Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Okay, once again, good afternoon to all. So we can start. Who is going to do prayer? Good afternoon, ma'am, and all my dear friends. Let me sing a prayer song. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you. Thoughts. പറയണം. Nature has given us all the pieces required to achieve exceptional wellness and health, but has left it to us to put these pieces together. Diane McLaren. അസാധാരണമായ ക്ഷേമവും ആരോഗ്യവും നേടുന്നതിനാവശ്യമായ എല്ലാ കഷണങ്ങളും പ്രകൃതി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ കഷണങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ ഞങ്ങൾക്ക് വിട്ടുപോയി. താങ്ക് യു. Signing, ഞാനാണ്. എനിക്ക് Hello മനസ്സിലായി ഇവിടെ kids, how are you? എല്ലാരും kids ആണ്. Okay. Hello kids, how are you everyone? Are you fine? Fine, ma'am. Fine. Okay. Well, Okay. Yesterday I teach you some animals and their kids name. Do you remember that? yes, ma'am. Yes. Okay. Today is wedding day of our king. Who is our king? Lion. 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 King Yes, of lion is forest. our king, no? Okay, lion is our king. So let's start with a song. Okay. Lovely friends, come to the palace. Wedding day, lion's wedding day. Lovely friends, come to the palace. Wedding day, lion's wedding day. Cat and kitten came, meow, meow, meow. Cat and kitten came, meow, meow, meow. Lovely friends, come to the palace. Wedding day, lion's wedding day. Dog and puppy came, bow, bow, bow. Dog and puppy came, bow, bow, bow. Lovely friends, come to the palace. Wedding day, lion's wedding day. Duck and duckling came, quack, quack, quack. Duck and duckling came, quack, quack, quack. Lovely friends, come to the palace. Wedding day, lion's wedding day. Okay, thank you. Okay, very good. Jingle bell, jingle bell. അതാണോ സത്യ? അതായിട്ട് വേണമെങ്കിലും പറയാം. ഇത് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ ഇന്ന് വേറെ പ്രിപ്പയർ ചെയ്യാനൊന്നും നിന്നില്ല. അതന്നെ എടുത്തിട്ട് പാടി. ഇതാണ് ശരിക്കും വൈബ്. ക്ലാസ് തന്നെ എങ്ങനെ വേണം. സഫിയ വന്നാല് ക്ലാസ് ഒരു വൈബാണ്. അതാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും മോട്ടിവേറ്റഡ് ആണ് സഫിയ. That's it. താങ്ക് യു. താങ്ക് യുല് തന്നെ ഒരു രസമുണ്ട്.
സഫിയ മോളിലെ ഭിത്തി കടന്ന് മേലെ പോകുന്ന തോന്നണം, ഫാനൊക്കെ പൊട്ടിട്ട്. സഫിയ അയ്യോ താഴെ അത് ഇരിക്കുന്നു. കൊണ്ടുപോയില്ലേ, മോള് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇടാനല്ലേ? വേണ്ട വേണ്ട കേട്ടോ. ഇല്ല ഇല്ല കേട്ടോ, ഇല്ല ഇല്ല ഇല്ല. വെരി ഗുഡ്, നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു ടീച്ചർ. ഞങ്ങൾക്ക് ഇതുകൊണ്ട് 2 ഗുണമുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കൊണ്ട് 2 ഗുണമുണ്ട്. ഞങ്ങൾക്ക് മാസ്ക് ഉണ്ടാക്കിയ പോലെയായി, കുട്ടികളെ പഠിപ്പിച്ച പോലെയായി, ഞങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്ത പോലെയായി. ഇത് അങ്ങനെ 1 ഗുണമല്ല, 3 ഗുണം. നിങ്ങളുടെ ഇങ്ങനെ ഉള്ളിലുള്ളതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി വെച്ചാലേ ഇനി സ്കൂളിൽ പോണ സമയത്ത് ഓരോ പാട്ട് നമ്മൾ പാടുകയാണെങ്കിലും നമുക്ക് ഇത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യാം, അപ്പൊ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ഓരോരുത്തരും ക്രിയേറ്റിവിറ്റി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കി ഗ്രൂപ്പില്. മാസ്ക് ആണ് ഉണ്ടാക്കിയത് ഓരോരുത്തര്. ക്രിയേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിയേറ്റീവ് ആയിട്ട്. ഞാൻ ഉണ്ടാക്കുന്നു, കഴിഞ്ഞിട്ടില്ല. അടുത്ത് ഇരിക്കുന്നവരൊക്കെ കാണിക്കൂ. ഷോ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരട്ടോ. ഉണ്ടാക്കിയതാണോ ടീച്ചർ പറഞ്ഞത്? അതെ അതെ അതെ. കുറെ പേരുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ ബാച്ചിന് അസൈൻമെന്റ് തരാനുണ്ടല്ലേ? പണി തരാനുണ്ട് പോലെ. അസൈൻമെന്റ് തരാനുണ്ട്. പണിയുണ്ടോ? പണി വേണ്ടേ? ഞങ്ങള് ഇപ്പൊ പണിയൊന്നുമില്ല, സർവേയുടെ കാര്യം നോക്കാന്ന് പറഞ്ഞിരിക്കായിരുന്നു. സർവേ ബാക്കിയൊക്കെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരിക്കായിരുന്നു. ഫിനിഷ് ചെയ്തു ടീച്ചറെ സർവേ. ഇന്നലെ രാത്രി ഇരുന്ന് ഫിനിഷ് ചെയ്തു. ഓക്കെ. സഫിയക്ക് ഇത്ര പാരന്റ്സിനെ കണ്ടപ്പോ സഫിയക്ക് തോന്നി, സഫിയ ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ടാവുമല്ലോ അവര് ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങള്. എന്താ ഫീലിംഗ്? ഓരോരുത്തരും ഡിഫറെന്റ് ആയിരുന്നല്ലോ. അപ്പോ ചില പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാല് കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറിയ പാരന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. ചിലവര് നല്ലോണം അടിക്കുകയും പണിഷ്മെന്റ് ചെയ്യുകയും ചെയ്ത പാരന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ എല്ലാരും ഡിഫറെന്റ് ആണ്. ഞാൻ സെലക്ട് ചെയ്തതെല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. ഈവൻ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമ്മളവർക്ക് ക്ലാസ് ഒന്നും എടുക്കാൻ പോയതല്ല, ജസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യാൻ പോയതാ. പക്ഷെ അങ്ങനെ ഒരു കുറച്ച് ക്വസ്റ്റ്യനെയറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തപ്പോൾ അവരാരെങ്കിലും റീതിങ്ക് ചെയ്തോ, ഞാൻ ഇങ്ങനെ ആവണമായിരുന്നു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അവർ പറഞ്ഞു. ചില പാരന്റ്സിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ അടിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതിനും വെച്ചും സോഫ്റ്റ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും, അവരുടെ ക്യാരക്ടർ മാറുകയും ചെയ്യും, നിങ്ങൾ പറയുന്നത് നല്ല രീതിയിൽ അനുസരിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇനി ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. കാരണം അടിച്ച് പറയണതിനെ വെച്ച് നമ്മള് സോഫ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു. തീർച്ചയായിട്ടും എന്റെ മക്കളൊക്കെ അങ്ങനെയാണ്. അടി തരും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവര് ചെയ്യില്ല. നമ്മള് സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാം, ഓരോ പോയിന്റ്സ് തരാം, അങ്ങനെ ഇങ്ങനെ ആരാ ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോ അവരത് പെട്ടെന്ന് ചെയ്തു തീർക്കും. അപ്പൊ അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്ന പാരന്റ്സ് ആയിട്ട് മാറിയാൽ അവര് ഇമ്പ്രൂവ്മെന്റ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാന് എന്താ പറയാ, ഇതുപോലെ പോകുന്ന ഒരു സ്കൂളില് +1 +2 കുട്ടികളാണ്. അപ്പോ പാരന്റ്സിന്റെ ഒരു മീറ്റിംഗ് അവിടെ സാർ പ്രിൻസിപ്പൾ വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ടീച്ചറുടെ ഒരു സെഷൻ വെക്കണം. പാരന്റ്സ് എല്ലാം ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരുന്നു. ചിലര് വീട്ടിൽ പല പല പ്രശ്നങ്ങൾ, എനിക്ക് പോയേ പറ്റൂ, കുടുംബശ്രീയുടെ മീറ്റിംഗ്, ആ മീറ്റിംഗ്, ഈ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ആകെ കിട്ടിയത് ഒരു ½ ആണ് അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്ത്. വലിയ ക്ലാസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ അവരോട് ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് ചില സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ അഭിപ്രായം പറയാമോന്ന് ചോദിച്ചു. അപ്പൊ ഏറ്റവും ബാക്കിൽ ഒരു ഫാദർ, ഒരു കുട്ടിയുടെ അച്ഛനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞ ആള് ഭയങ്കര സ്ട്രോങ് ആണ്, ഇച്ചിരി റഫ് ആൻഡ് ടഫ്, ആ ഒരു ഫീല് അത്ര പ്ലീസിങ് ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല. അങ്ങനെ ഒരു ഫാദർ പുള്ളി വന്നിട്ട് സദസ്സിനെ ഫേസ് ചെയ്യാതെ എന്നെ ഫേസ് ചെയ്തിട്ട് മൈക്ക് വാങ്ങിച്ചിട്ട് സംസാരിക്കുന്നതിന് മുമ്പേ പൊട്ടിക്കരയുമായിരുന്നു. പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞത്, ഞാൻ ഇന്ന് തുടങ്ങി എന്റെ മകന് ഒരു നല്ലൊരു സുഹൃത്തും നല്ലൊരു അച്ഛനും ആയിരിക്കുന്നു. കുട്ടിയെ നല്ലപോലെ പണിഷ് ചെയ്യുമായിരുന്നു. നല്ല അടി കൊടുക്കും, നല്ല പണിഷ് ചെയ്യുമായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുട്ടിയെ നല്ലപോലെ പണിഷ് ചെയ്യുന്ന ഒരു പാരന്റ് ആയിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, വെറുതെ അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചേ കാരണം ടൈം ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഒരാളിൽ ആ ഒരു മാറ്റം കണ്ടപ്പോ തന്നെ കണ്ടപ്പോ വിഷമം തോന്നി. പക്ഷെ എന്നാലും ആ മകനെ പിന്നെ അച്ഛൻ ചേർത്ത് പിടിക്കുന്ന രംഗമായിരുന്നു പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ കണ്ടത്.
ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ആരെയും സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞില്ല, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ മനസ്സിലായി. കുട്ടികളെ മാത്രം ബ്ലെയിം ചെയ്യലായിരുന്നു പാരന്റ്സിന്റെ ഒരു രീതിയിലോ, പൊതുവെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അവരെ ബ്ലെയിം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ചെറിയ ചേഞ്ച് നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും വരുത്താൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സർവേ കൊണ്ട് നമ്മൾ വലിയ ക്ലാസ് എടുക്കാനൊന്നും പോയതൊന്നുമല്ല, ഡേറ്റ കളക്ട് ചെയ്യാനാണ് പോയത്. പക്ഷെ നമുക്ക് അവിടെ ഇടപെടാൻ പറ്റിയ സ്ഥലങ്ങളിൽ നമുക്ക് ഇടപെടാലും. അത് തന്നെയാണ് ഈ സർവേയുടെ ഒരു ഉദ്ദേശവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2-3 ക്വസ്റ്റ്യൻ അവർ ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ ചിന്തിക്കും. നമ്മൾ അവരോട് നിങ്ങൾ ഇങ്ങനെ കുട്ടിയോട് പെരുമാറണം, അങ്ങനെ പെരുമാറണം എന്നൊന്നും ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പോയതല്ല. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തു, അതൊന്ന് ആൻസർ ചെയ്യാൻ പറഞ്ഞു, യെസ് ഓർ നോ, അല്ലെങ്കിൽ അതിനകത്ത് ബാക്കി കാര്യങ്ങൾ, അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അത് അവര് ചിന്തിച്ച് അവര് എന്തെങ്കിലും മാറ്റം നമ്മളോട് ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ, മാറ്റം വന്നാൽ തന്നെ അത് നല്ലതായി. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ കുറച്ച് അസൈൻമെന്റിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് റിമോട്ട് കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ തന്നല്ലേ? തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ലേ ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നുള്ളൂ? അതെ. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നിങ്ങളൊരു മോണ്ടിസോറി ടീച്ചർ ആണെന്ന് ഇമാജിൻ ചെയ്യും. ഓക്കെ, നിങ്ങളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, ടീച്ചർ എന്ന വാക്ക് വേണ്ട, ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പൊ അവിടെ പാരന്റ്സിന് ഒരു ക്ലാസ് കൊടുക്കണം മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച്. കാരണം പാരന്റ്സിന് അറിയില്ല ഈ മെത്തേഡിനെ കുറിച്ച്, അറിയാതെ വന്ന് കുറച്ച് പാരന്റ്സ് ഇരിക്കുക. ഈ മെത്തേഡ് എന്താണ്, ഇതിന്റെ ലേണിംഗ് രീതികൾ എങ്ങനെയാണ്, വേ ഓഫ് ടീച്ചിങ് എങ്ങനെയാണ്, എന്തെല്ലാം പോയിന്റ്സ്. അപ്പൊ നമ്മളൊരു സ്പീച്ച്, ഒരു ടോപ്പിക്കിനെ പറ്റി, ഈ ടോപ്പിക്കിനെ പറ്റി അവരോട് സംസാരിക്കുവാണ് പാരന്റ്സ്, സ്പീച്ച് ഡെലിവറി ചെയ്യുക. എന്തെല്ലാം പോയിന്റ്സ് നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ്സ് പോലെ എഴുതാം, 1, 2, 3 ഇട്ടിട്ട് എഴുതാം, സ്റ്റാർ ഇട്ടിട്ട് പോയിന്റ് ആയിട്ട് എഴുതാം. നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യും? നമ്മുടെ സിറ്റുവേഷൻ എന്താ, നമ്മളൊരു സ്കൂളിലെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്, പാരന്റ്സ് വന്നിരിക്കുവാണ്, പാരന്റ്സ് അൺഅവെയർ ഓഫ് മോണ്ടിസോറി മെത്തേഡ്. അവർക്ക് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. നമ്മളത് അവരെ മനസ്സിലാക്കി കൊടുക്കണം. അത് പാരന്റ്സിന്റെ ആ ലെവലിൽ നിന്നുകൊണ്ട് പല പല സാഹചര്യങ്ങളിൽ നിന്നുള്ള പാരന്റ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ അവരെ അത്രയും സിമ്പിൾ ആയിട്ട് അവരെ ഇംപ്രസീവും ആക്കണം. നമ്മുടെ ഉദ്ദേശം അതാ. ഇറ്റ്സ് എ ബിസിനസ് ഓൾസോ അല്ലേ, നമ്മളൊരു സ്കൂൾ റൺ ചെയ്യുവാണെങ്കിൽ, നമ്മൾ സ്കൂൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ബിസിനസ് ആണെങ്കിലും ഇറ്റ്സ് എ റൈറ്റ് മെത്തേഡ്, നല്ലൊരു പ്രോസസ്സാണ് നമ്മൾ അവരുടെ മുന്നിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. സോ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പാരന്റ്സിനോട് പറയും? കുറെ കാര്യങ്ങൾ പറയും നമ്മള്, എന്നല്ല അവരിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണെന്നും, അവിടെ കുട്ടികളെ ഇങ്ങനെ ഇരുത്തിയിട്ട് പണ്ടത്തെ പോലുള്ള പഠിത്തമല്ല, അവരിന് ഓരോ മെറ്റീരിയൽസ് കൊടുത്തിട്ട് അവരതില് ടച്ച് ചെയ്ത് അവരെല്ലാം മനസ്സിലാക്കി പഠിക്കുന്ന ഒരു മെത്തേഡാണ് മോണ്ടിസോറി എന്നുള്ളത്. അവരിനെ പറഞ്ഞു കൊടുക്കുകയും കുറച്ച് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ പാരന്റ്സിന് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതും ഇതിൽ നിന്ന് ഒരുപാട് മെച്ചമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതും. അതാണ് നമ്മുടെ ഒരു അസൈൻമെന്റ്. നമ്മളിപ്പോ ഏതാണ്ട് ഹാഫ് വേ ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയി കഴിഞ്ഞു. ചിലത് ഫുള്ളി ആണ്, ഉള്ളിൽ നല്ലപോലെ ഉണ്ടായിരുന്നു മോണ്ടിസോറി മെത്തേഡ് എന്നുള്ളത്. മറിയ മോണ്ടിസോറിയുടെ ഒരു റിഫ്ലക്ഷൻ ഒക്കെ ഉള്ളവരായിരുന്നു, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം അല്ലെ സ്കൂൾ. കാരണം പലരും ഷെയർ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, വീട്ടിലെ കുട്ടികളോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതെല്ലാം ശരിക്കും അതാണൊരു ശരിക്കും ഒരു ലേണിംഗ് പ്രോസസ് തന്നെയായിരുന്നു, ഒരു ലൈഫ് തന്നെയായിരുന്നു. നമ്മൾ ഇനി സൊസൈറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതാണ് നമ്മളൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിൽ മാറ്റം വന്നു, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ നമ്മളെ സ്വന്തം പോലെ വരുന്ന വേറെ കുറെ കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ അവിടെയും നമ്മൾ ചേഞ്ചസ് വരുത്തുവാണ് അല്ലെ. സോ അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ക്ലാസ് റൂമിൽ തരാം. അപ്പൊ അത് എഴുതൂ. എത്ര സമയം വേണം, എന്നായിരിക്കും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക? ഒരു 10 days തന്നാൽ മതിയാവും. ഒത്തിരി കുറെ അങ്ങ് വന്നിട്ട് വീണ്ടും ഡിലേ ആയി പോകരുത്. കാരണം വെച്ചാൽ നമുക്ക് കുറേശ്ശെ ആയിട്ട് കുറച്ച് അസൈൻമെന്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണേ. അല്ല, ഓക്കെ, ഇത് എത്ര എഴുതണം, എങ്ങനെയാണ്, എത്ര പേജസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എത്ര വേണമെങ്കിലും എഴുതാൻ പറ്റുമോ? നമ്മളുടെ ഇഷ്ടം. ഓക്കെ, ഇത് സ്പീച്ച് ആയിട്ടില്ലേ നമ്മൾ എഴുതേണ്ടത്? അതെ, പറയുമ്പോ എങ്ങനെയാണത് നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതൂ, അങ്ങനെ ചെയ്യാം.
എന്തായാലും കുഴപ്പമില്ല. പിന്നെയുള്ളത് അതുമായിട്ട് റേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് മോണ്ടിസോറി സ്കൂളിൽ ശരിക്കും പറയാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ കാസാഡി പാപ്പിനി ചിൽഡ്രൻസ് ഹൗസ്, മോണ്ടിസോറി ഹൗസ് എന്ന് നമുക്ക് പറയാം. മോണ്ടിസോറി ഹൗസ് ശരിക്കും ആ സ്കൂളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഓപ്പണിംഗ് ഡേ നമ്മളിപ്പോ പറയില്ലേ പ്രവേശനോത്സവം എന്നൊക്കെ പറയുന്ന പോലെ ഓപ്പണിംഗ് ഡേ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണെന്ന് വിചാരിക്കും. ഹൗ യു വിൽ ഹാൻഡിൽ ദ ഓപ്പണിംഗ് ഡേ ഓഫ് മോണ്ടിസോറി ഹൗസ്? കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ളതും പിടിച്ചിരുത്താനും ആയുള്ളത് പ്രോപ്പർട്ടീസ്, അവർക്ക് കളിക്കാൻ കൂടുതൽ ഐറ്റംസ്, അവർക്ക് ഒബ്സർവ് ചെയ്യാനും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് പുതിയ പുതിയ കുറെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യണം. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗിഫ്റ്റ്, ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക. മോണ്ടിസറിയില് ഇത് ഉണ്ടോ മാം, റിവാർഡ്സും പനിഷ്മെന്റ്സും? റിവാർഡ്സും പണിഷ്മെന്റും മോണ്ടിസോറിയിലില്ല. ബട്ട് നമുക്ക് തോന്നും കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് ഒരു അപ്രൈസൽ കൊടുത്തില്ലെങ്കിൽ അത് നമുക്ക് എപ്പോഴും അതൊരു കൺഫ്യൂഷൻ പോലെ. ബട്ട് വി ക്യാൻ ഗീവ് ദ അപ്രൈസൽ, ഓൺലി തിങ് ദാറ്റ് ഇറ്റ് വോണ്ട് ഹാർട്ട് ദ ഫീലിംഗ്സ് ഓഫ് അതർ ലിറ്റിൽ ഹാർട്ട്സ്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. സാധാരണ സ്കൂളുകളിൽ ഒരു കമ്പാരിസൺ നടക്കാറുണ്ട് ചില സമയത്ത്. ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും പറയും, ഞാനിപ്പോ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളൊക്കെ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട്. ഈവൻ തോ എനിക്കല്ല, എന്റെ ഫ്രണ്ട്സിനെ അങ്ങനെ ടീച്ചേഴ്സ് പറയുമ്പോ അവർ ഇൻസൾട്ടഡ് ആവുമ്പോ തന്നെ നമുക്ക് വല്ലാത്ത വിഷമം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇപ്പോഴൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും സോ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്ന പോലെ ഓപ്പണിംഗ് ഡേയിൽ നമ്മൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ അക്കാദമിക് ഇയർ, കമ്മിങ് അക്കാദമിക് ഇയർ, അതെല്ലാം എല്ലാത്തിനും നല്ലതായിരിക്കും. ഫുള്ള് കളർഫുൾ ആൻഡ് ഡെക്കറേറ്റീവ് ആക്കണം, എന്നാലല്ലേ അട്രാക്റ്റീവ് ചെയ്യുള്ളൂ കിഡ്സ്. എല്ലാ സ്കൂളുകളും ഭയങ്കര ഒരു ഉത്സവം പോലെ തന്നെ അത് നല്ലപോലെ ചെയ്യാറുണ്ട്, പ്രവേശനോത്സവം എന്നുള്ള രീതിയിൽ തന്നെ. ചെണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആനയില്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മുടെ അടുത്തുള്ള സ്കൂളിലൊക്കെ. ഞാൻ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് എന്റെ മോന് 8ാം ക്ലാസ്സിലാണ്. അവന്റെ ഫസ്റ്റ് ഡേയിൽ കണ്ടുവരുന്ന ഒരു കാര്യം, ഈ ക്ലാസ് ടീച്ചർ, പുതിയ ക്ലാസ് ടീച്ചർ ആയിരിക്കും മിക്കവാറും. അപ്പൊ ഈ ക്ലാസ് ടീച്ചർ ചാർട്ട് പേപ്പറിൽ എല്ലാ കുട്ടികൾക്കും കാർഡ് പ്രിപ്പയർ ചെയ്യും. കാർഡ് പ്രിപ്പയർ ചെയ്തിട്ട് സ്മൈലി ഒക്കെ വരച്ച് ടീച്ചർ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന, അതിനകത്ത് നല്ലൊരു കോട്ടൊക്കെ എഴുതി അതിന്റെ കൂടെ ഒരു ചെറിയൊരു ചോക്ലേറ്റ് ഒക്കെ വെച്ച് എല്ലാ കുട്ടികൾക്കും കൊടുക്കും. അതൊക്കെ കണ്ടിട്ടുണ്ട്. പിള്ളേർക്ക് ഭയങ്കര, അത് ഒരു വർഷം മുഴുവനെങ്കിലും അവരുടെ ആ സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലും അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വലിയ കുട്ടികളാകുമ്പോൾ കോഡ്സ് ഒക്കെ വായിക്കാൻ പറ്റും. മറ്റുള്ള കുട്ടികൾക്ക് നമ്മളൊരു കാർഡൊക്കെ പ്രിപ്പയർ ചെയ്തു. നിങ്ങളോട് ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ബർത്ത്ഡേ കാർഡ് പ്രിപ്പയർ ചെയ്യുക. വാങ്ങിക്കലൊന്നും അല്ല കേട്ടോ, ചാർട്ട് പേപ്പറോ കളർ പേപ്പറോ ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് കുട്ടികളെ കൊണ്ട് അതല്ലേ പ്രശ്നം. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴുള്ള ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോ ഫ്രണ്ട്സിന്റെയോ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ അവർ തന്നെ ഇത് ഡിസൈൻ ചെയ്ത് അവർക്ക് കൊടുക്കും. അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷവും ഇത് കിട്ടുന്നവർക്ക് ഉണ്ടാകുന്ന അച്ഛനോ അമ്മയ്ക്കോ ഗ്രാൻഡ് പാരന്റ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം. നമുക്ക് കടയിൽ നിന്ന് എന്തും വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ തന്നെ ചെയ്ത് അവര് തന്നെ എഴുതിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാകുമ്പോൾ അതിനൊരു ഡിസിൽ. അപ്പൊ നമ്മൾ പഠിച്ചിരുന്ന നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. പിന്നെ ബർത്ത്ഡേ ക്യാപ്പില്ലേ, കോൺ പോലത്തെ, അതൊക്കെ ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? എനിക്ക് തന്നു അതിന് എനിക്ക് ഒരു വിഷമവും ഇല്ല. ഓക്കെ, സഫിയക്കുള്ള മെസ്സേജാണേ, ഞാനത് വായിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം. അപ്പൊ ഈ രണ്ട് ഈ ആക്ടിവിറ്റീസില് ബർത്ത്ഡേ കാർഡും ബർത്ത്ഡേ ക്യാപ്പ് ഇല്ലേ, അത് ചെയ്യാം. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് പറഞ്ഞിരുന്നോ? ഒറിഗാമിയോ പേപ്പർ ക്രാഫ്റ്റോ? സ്നേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, പിന്നെ ഇപ്പൊ മാസ്കിന് ഈ മെത്തേഡും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു ജെസ്ലി എന്തോ പറഞ്ഞല്ലോ, ടിപ് ടോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. ആ അതെ, എനിക്ക് അതിന്റെ പേരിട്ടില്ല. ഉണ്ടാക്കിയിരുന്നോ? ആരെങ്കിലും ഉണ്ടാക്കിയതുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരും. എന്തെങ്കിലുമൊക്കെ മെസ്സേജ് കൊണ്ടുവന്നിട്ടില്ല, ക്ലാസ്സിലുള്ളത്. ശരി, വെരി ഗുഡ്. അപ്പൊ ഇത്രയും ഓർക്കുക. ഞാൻ അസൈൻമെന്റ് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ബർത്ത്ഡേ കാർഡ്, ബർത്ത്ഡേ ക്യാപ്പ്,
പിന്നെ നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് നമ്മൾ ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, ബോട്ടിൽ കൊണ്ട് ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഫ്ലവേഴ്സ് ചിലര് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, പ്ലാസ്റ്റിക് കവറില്ലേ, അത് വെച്ചിട്ടൊക്കെ കളർ പല പല കളറിലുള്ള കവർ, പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ കവറൊക്കെ, അതൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാം. നല്ല ഭംഗിയാണ്. MT3 ബാച്ചിൽ ഒരു കുട്ടി ചെയ്തതാണ്. അതിന്റെ ചേച്ചിയുടെ മോൾക്കോ എന്തോ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, ചേച്ചിയുടെ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് KGയിലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ അത്രയും കണ്ടത്തെ കുഞ്ഞു മോളാ. ആ മോൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ വൈറ്റ് കളറാണല്ലോ കൂടുതലും, അതും ഈ ഫുഡ് വേസ്റ്റ് വെക്കാനായിട്ട് ഒരു ബ്ലാക്ക് കവർ ഇല്ലേ, ശബ്ദമില്ലാത്തത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള. ബിരിയാണി മേടിക്കുമ്പോഴൊക്കെ കിട്ടുന്നത് അതാണോ? ബിരിയാണി മേടിക്കുമ്പോഴാണോ നമ്മൾ എവിടെയെങ്കിലും വലിയ ഫംഗ്ഷന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടൊരു ബ്ലാക്ക് ക്യാരി ബാഗ് പോലെ ഗാർബേജ്, അതിന്റെ ടെക്സ്ചർ ഒരു വേറൊരു പ്രത്യേകതയല്ലേ. അത് വെച്ചിട്ട് ഫ്രോക്ക്, ബ്ലാക്ക് കളർ കവർ അല്ലേ, അത് വെച്ചിട്ട് ഫ്രോക്ക് നിങ്ങൾക്ക് കാണണോ? എനിക്കത് അയച്ചത് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പണ്ടൊരെണ്ണം ഉണ്ടാക്കിയത് എന്റെ കയ്യിലുണ്ട്, പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ടുണ്ടാക്കിയത്. ഇച്ചിരി മോശമായി പോയി, പണ്ടുണ്ടാക്കിയതാണ്. ആണ് ഇപ്പൊ കയ്യിലുണ്ടോ? ആ, കയ്യിലുണ്ട്. കാണിക്കാൻ പറ്റുമോ നിങ്ങള്? നന്നായിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെയായിരുന്നു പണി, എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ടീച്ചർ, ഇത് ഉണ്ടാക്കണതുകൊണ്ട് എന്താ ഉദ്ദേശം? ഇത് നമ്മള് കൊണ്ടുപോയിട്ട് ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കാനാ? കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ആയിട്ടോ. ഇത് കവർ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു? ഇല്ല, നല്ല ഭംഗിയുണ്ട് അല്ലേ? കുട്ടി ഇട്ടിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാട്ടോ. വളരെ ക്രിയേറ്റീവ്, ആരും പറഞ്ഞു കൊടുത്തല്ല, തന്നെത്താൻ അത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത്. പക്ഷെ 1 ടൈം യൂസ് ഒക്കെ പറ്റുള്ളായിരിക്കും, എന്നാലും ഇറ്റ്സ് ഗുഡ്. കോസ്റ്റ്യൂം ഇല്ല, ടൈം സ്പെൻഡ് ചെയ്തത് എല്ലാം അത് കുട്ടി നല്ല ഭംഗിയുണ്ട് അല്ലേ? ഫ്ലവർ മേക്കിംഗ് ചെയ്തതും ശരിക്കുള്ള ഉടുപ്പ് പോലെ തന്നെ ഉണ്ട്. എന്റെ മോൾ ഇതുപോലെ കവറിന്റെ 2 അറ്റവും മൂലയറ്റവും കയറി കാല അതിനകത്തോട്ടിട്ടിട്ട് കൈ പിടിക്കുന്നതിനടുത്ത് ഇട്ട് പെറ്റിക്കോട്ട് കൂടെ ഇവിടെ എല്ലാം ഇട്ട് ഷോ ആയിരിക്കും. അപ്പൊ ഞാൻ കളിയാക്കി. ഇപ്പോഴാണ് അതിന്റെ ഉപയോഗം ആലോചിച്ചു. ഇത് ഈ കുട്ടിയുടെ ആക്സസറീസ് കണ്ടോ, തലയിൽ വെച്ചിരിക്കുന്നത്, പിന്നെ ചെരുപ്പില് ഒക്കെ അതാ യൂസ് ചെയ്തിരിക്കുന്നത്. കയ്യില് ഒരു ബാൻഡ് പോലെ ഇട്ടിട്ട് അതിലും കവർ തന്നെയാണ്. ഇത് നമ്മളെ ടീച്ചർ പറഞ്ഞിട്ട് ചെയ്തതാ ആ കുട്ടി? ഇല്ല, ഇങ്ങനെ നമ്മള് ക്ലാസ്സില് ഇതുപോലെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് മറ്റുള്ളവരെ ക്ലാസ് ലീഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ വേറൊരു കുട്ടിയാണ് ഇതിനെ പറഞ്ഞത്. ആളിങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുള്ളൂ. പിന്നെ റീസെന്റ് കണ്ട അച്ഛൻ മരിച്ചു കാരണം ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ഒത്തിരി അങ്ങ് ബ്ലാങ്ക് ഔട്ട് ആയി പോയായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ ആയിട്ട് ക്ലാസ്സിലൊക്കെ ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു പലരോടും, ക്ലാസ്സിലുള്ളവരോട്, ഇതുപോലെ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്ക് അല്ലെങ്കിൽ പെയിന്റിംഗ് ഒക്കെ അറിയാം. അപ്പൊ ഒരു കുട്ടി ഫാബ്രിക് പെയിന്റിങ്ങിന്റെ ക്ലാസ് അന്ന് ഒരു ഫുൾ ഡേ എടുത്തു. പക്ഷെ ഈ ആള് മിണ്ടുന്നില്ല, കാരണം ആൾക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്ന് വളരെ ഡൗൺ ആയ സമയമായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെ ആയി, ക്ലാസ് എടുക്കാന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മളെ ടീച്ചേഴ്സ് എല്ലാരും ചെറിയ ചെറിയ രീതിക്കുള്ള ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം അല്ലെ, ഏതെങ്കിലും കുട്ടികൾക്ക്. അതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യാൻ പറയണത്? അതെ അതെ, നമുക്ക് ചെറിയ ആക്ടിവിറ്റീസ് അവർക്ക് ഇത് നമ്മൾ എക്സാമിന് കാണിച്ചു കൊടുക്കണോ? എക്സാമിന് നമ്മൾ ഇതുപോലെ ഓരോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കയ്യിൽ വെക്കുക. വി ക്യാൻ ആസ്ക്, ലൈക്ക് എക്സാം അല്ല, വൈവേക്ക് ചോദിക്കാം, നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ഒന്ന് കാണിക്കാമോ, അങ്ങനെ. അല്ലെങ്കിൽ ഇന്നത് തന്നെ കാണിക്കണം അങ്ങനെ ചോദിക്കില്ല. എനി ക്രാഫ്റ്റ് ഐറ്റംസ് പ്ലീസ് ഷോ. നമ്മൾ തന്നെ ചെയ്തതാവുമ്പോ നമുക്ക് അതില് നമ്മള് ഉണ്ടാക്കിയ ടിപ് ടോപ്പ്, നമ്മൾ ഉണ്ടാക്കിയ ഓരോ മാസ്ക്, അതെല്ലാം വിടുമോ?
എല്ലാം വിടും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പം സഫിയ ചെയ്ത പോലെ രീതിയിൽ ആക്ഷൻ സോങ്ങിലൂടെയോ അല്ലെങ്കിൽ സ്റ്റോറി അത് നറേഷൻ. ഞങ്ങൾ ആക്ടിവിറ്റിയിലൂടെ പഠിക്കണം. എന്തേലും ഇപ്പൊ ഞങ്ങൾ ഓരോരോ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് തന്നെ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് നോക്കണം. പിന്നെ അത് ഞങ്ങൾ ആദ്യം ഒരു സോങ്, പിന്നെ കുറച്ച് കഥകൾ, അങ്ങനെയൊക്കെ ഞങ്ങള് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് സോങ്, പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ നമ്മള് പ്രോവേർബ്സ് അതൊക്കെ ഉണ്ടാക്കിയില്ലേ, അതായത് പഴയ റെക്കോർഡില്. അതൊക്കെ അങ്ങനെ പഠിച്ച് പോവാന്ന് വിചാരിക്കുന്നു. കഴിയുന്നതിനുള്ളിൽ കുറച്ചായിട്ട് ഞങ്ങൾ പഠിച്ചു വരും എന്നാണ് എന്റെ ഒരു മനസ്സില് ഒരു ഇത്. അത് മതി. നടത്തണം. ഇത് തന്നെ നിങ്ങൾ ചെയ്യണം, ഇത് കാണിക്കൂ അങ്ങനെ നമ്മൾ പറയില്ല. പിന്നെ ഒരു സ്റ്റോറി ഒരു കുട്ടികൾ ഫ്രണ്ടിൽ ഇരിക്കുവാണെന്ന് ഇമാജിൻ ചെയ്യുക, ജസ്റ്റ് നറേറ്റ് സ്റ്റോറി. അപ്പൊ നമ്മള് സ്റ്റോറി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫെമിലറൈസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്താണെങ്കിൽ കുട്ടിയുടെ പെർസ്പെക്ടീവിൽ അവന് ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലുള്ളത് ആ രീതിയിലാണ്. നമ്മള് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? പ്രാക്ടിക്കൽ. അപ്പൊ എന്നോട് വേറൊരാൾ ചോദിച്ചു, അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെയാണോ? അതെങ്ങനെയാ പ്രാക്ടിക്കൽ എങ്ങനെയാ ഓൺലൈൻ ആയിട്ട് ചെയ്യണേ, അതോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യണോ എന്നിങ്ങനെ ചോദിച്ചേ. നമ്മൾക്ക് ഫസ്റ്റ് ബാച്ചിന് പ്രാക്ടിക്കൽ ഓൺലൈൻ ആയിട്ടും കഴിഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഓഫ്ലൈൻ ആയിട്ടും കഴിഞ്ഞു. 2 രീതിയിൽ നടത്തി. ഉണ്ടാവോ? ഓൺലൈനും ഓഫ്ലൈനും ഉണ്ടാവോ? കാരണം എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ. ഒത്തിരി ദൂരെയുള്ളവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാവർക്കും യാത്ര ചെയ്ത് വരാൻ വരില്ലല്ലോ. അങ്ങനെ ഓൺലൈനിലും നമ്മൾ ചെയ്തു, ഓഫ്ലൈനിലും ചെയ്തു. അവരെല്ലാരും ഒരു ഡേ അവരുടെ കൺവീനിയന്റ് ഡേ പറഞ്ഞു. ഫുൾ ഡേ മോർണിംഗ് ടു ഈവനിങ് ആ സെഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ട് എടുക്കുമ്പോ പ്രാക്ടിക്കല് നമുക്ക് എളുപ്പമായിരിക്കുമോ? അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓഫ്ലൈൻ ആയിട്ട് വന്നവരെല്ലാം അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി. അപ്പൊ വരാൻ പറ്റാത്തവർക്ക് ആ വീഡിയോ ഷെയർ ചെയ്തു, അവർക്ക് കുറച്ചുകൂടെ മനസ്സിലായി. നമ്മൾ നേരിട്ട് വന്ന് ചെയ്യുമ്പോൾ, പേരെന്തായിരുന്നു ഈ കൊടുത്തിരിക്കുന്നതാണ് പേര്? ദീപ എന്ന പേര്. ദീപ. നേരിട്ട് വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മെറ്റീരിയൽസിൽ ചിലത് തൊട്ട് നോക്കി മനസ്സിലാക്കേണ്ട മെറ്റീരിയൽസ് ഉണ്ട്. അത് പിന്നെ സ്മെല് ചെയ്യുന്നതുണ്ട്. അതൊന്നും എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ സ്മെല് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. തൊട്ട് നോക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ശരിക്കും കഷ്ടപ്പെടുമായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ. റഫായിട്ടുള്ളത് ഞാൻ എന്റെ വിരലിട്ടിങ്ങനെ നല്ലപോലെ ഉറച്ച് അതിന്റെ ശബ്ദത്തിന്റെ ഡിഫറൻസ് അവരെ വീഡിയോയിലൂടെ കേൾപ്പിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിച്ചു. പക്ഷെ സ്മെല് ചെയ്യുന്നതൊന്നും പറ്റില്ലല്ലോ. സ്മെല്ലിങ് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയാണ് സ്മെല് ചെയ്യാനായിട്ടുള്ള ഒരു സിലിണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഉപ്പും കുരുമുളകൊക്കെ ഇടുന്ന ഹോളുള്ള ക്യാപ്പുള്ള ഒരു പാത്രമില്ലേ, കണ്ടിട്ടുണ്ടോ? അതുപോലെയുള്ള വുഡൻ സിലിണ്ടേഴ്സ് ഉണ്ട് നമുക്ക്. നമ്മളുടെ കയ്യിൽ അത് അവൈലബിൾ അല്ല. നമ്മുടെ കയ്യിൽ സൗണ്ട് സിലിണ്ടേഴ്സേ ഉള്ളൂ. സൗണ്ട് സിലിണ്ടർ എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്, ഇതുപോലെ സ്മെല്ലിംഗ് സിലിണ്ടർ എന്നും പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് സിലിണ്ടറിൽ നമ്മൾ പല പല സാധനങ്ങൾ ഇടും, ഈ ബട്ടൺ, പിന്നെ അതുപോലെ തന്നെ ചെറിയ അരി, നൂഡിൽസ്, പിന്നെ ഈ സാധനം നമ്മളുടെ വീട്ടിൽ കടുക്, മണലിൽ തന്നെ പല വലുപ്പത്തിൽ വരില്ലേ, ചരല് പോലെ വരുന്നതൊക്കെ ഇല്ലേ, അപ്പൊ ഡിഫറെന്റ് സൗണ്ട് ആയിരിക്കും. ബീഡ്സ് ഇടാം. അത് 2 സെറ്റ് ഉണ്ടാക്കില്ലേ ടീച്ചറെ? 2 സെറ്റ് ഉണ്ടാക്കിയിട്ട് ഒരേ സൗണ്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കും അല്ലേ? കണ്ടുപിടിക്കലല്ലേ ഒരേ സൗണ്ട് ഏതാണെന്നുള്ളത്? സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിൽ നമുക്ക് സ്പൈസസ് എടുക്കാം, ലൈക്ക് ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് മണപ്പിച്ച് നോക്കാം അവരെ. സ്മെല്ലിംഗ് സിലിണ്ടർ നമ്മുടെ സ്പെല്ലിംഗ് അതിന്റെ ഉള്ളില് പൊടിച്ചിട്ടാണോ ഇടുക, അതോ ഹോളായിട്ടില്ല? ഒന്ന് ചതച്ചിട്ട് കുറച്ച് നല്ലപോലെ മണം മനസ്സിലാകണല്ലേ? അങ്ങനെയൊക്കെ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ വെച്ചാൽ വുഡൻ സിലിണ്ടേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ. നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാം നാച്ചുറൽ തിങ്സ് കൊണ്ടുള്ളതാണല്ലോ. അപ്പൊ വുഡൻ ആണ്. പ്ലാസ്റ്റിക്കിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് വുഡൻ ഗ്ലാസ് ഒക്കെയാണ്. പിന്നെ വെയിറ്റിനനുസരിച്ചുള്ള ചില മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഓൺലൈനിൽ ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളാണ് ഇങ്ങനെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വളരെ സന്തോഷമായിരുന്നു. കാരണം എനിക്കും അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. കാരണം കുറച്ചുകൂടെ നമുക്ക് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ പറ്റുമല്ലോ. അവര് തന്നെ മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും ഒക്കെ വന്നവരുണ്ടായിരുന്നു. അവര് രാവിലെ ഞങ്ങളും വരും ഒരു ദിവസം. വരണം. അപ്പൊ അങ്ങനെ നമ്മളൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ മിസ്, ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളെ റിസ്ക് എടുത്തിട്ട് വരും. അത് ശരിക്കും അത് ഫ്രൂട്ട്ഫുള്ളും ആയിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാല് അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചുപോയി. ഇപ്പൊ കാരണം ആദ്യം ഞാൻ ഓൺലൈൻ സെഷൻ കൊടുത്തു, എന്നിട്ടാണ് ഓഫ്ലൈൻ വന്നത്. അപ്പോഴെന്ന് വെച്ചാൽ അവർക്ക് നല്ലപോലെ മനസ്സിലായി. ആ ഓൺലൈനിൽ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ കുറെ മാറി കിട്ടി. ഫസ്റ്റ് ബാച്ചിന്റെ കഴിഞ്ഞു, ഇപ്പൊ സെക്കൻഡ് തേർഡ് ഒരുമിച്ചാണ് ബാച്ച്. അവരുടെ ഇപ്പൊ ഉടനെ തന്നെയാവും. മേ ബി നെക്സ്റ്റ് മന്ത് തന്നെ അവരുടെ നടക്കും. അവരും വരുന്നുള്ള. നമ്മുടെ PG കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയി അല്ലേ? ഇനി പിന്നീട് തുടങ്ങിയിരിക്കൂലേ? PG തുടങ്ങും. PG തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏപ്രിലില് ഇപ്പോഴുള്ള ബാച്ചിന്റെ തീരും. അപ്പൊ അവരുടെ തീരുന്നതേ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് പാർട്ട് മോഡ്യൂൾ 1 തീരുവാണെങ്കിൽ ഫസ്റ്റ് പഠിപ്പിച്ചൊക്കെ വീണ്ടും എടുത്തു തരുമോ ക്ലാസ്? അതോ ബ്രീഫ് ചെയ്യും. നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ശരിക്കും സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പുള്ളതൊക്കെ ബ്രീഫ് ചെയ്തിട്ട് പോകും. കാരണം അല്ലെങ്കിൽ അത് ഒത്തിരി ലാഗായി പോകും. അപ്പൊ ഈ ഫസ്റ്റ് ബാച്ചുകാർക്കും സെക്കൻഡിനും തേർഡിനും ഒന്നും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ നല്ല സ്പീഡിൽ അങ്ങ് പോവുക. കാരണം ഓൾറെഡി അവർക്ക് മോഡ്യൂൾ 1 എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തീരും. ഇതൊരു മാനേജ്മെന്റ് പേപ്പർ ആണല്ലോ, അത് ആ രീതിയിൽ പോകാം. ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു? നമ്മള് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഇല്ലേ, അവിടെയാണ് പറഞ്ഞത്. ഒരു ബോക്സിൽ ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ടീച്ചറെ? അതിന്റെ തൊട്ട് താഴെ. താങ്ക് യു. ഓരോ ബാച്ചിനും വേറെ തന്നെ പേജ് വേറെ വന്ന് കിടക്കും. എനിക്ക് ഒരുമിച്ചാണ് ഈ മോഡ്യൂൾ ഇത് കിടക്കുന്നത്. അതാണ് ആ ലേണിംഗ് ഓരോ സിറ്റുവേഷനിലും കുട്ടിക്ക് വരുന്ന ലേണിംഗ്, അല്ലെങ്കിൽ ആ ലേണിങ്ങിന് എന്തെല്ലാം ചെയ്യണം, എനിക്ക് ഇതൊക്കെ ചെയ്യിക്കാട്ടോ. ചെറിയ കത്രിക, മൂർച്ചയില്ലാത്ത കുഞ്ഞു കത്രിക ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് പേപ്പർ പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യമാസികയോ വനിതാ ഗൃഹലക്ഷ്മി അങ്ങനെ കളർഫുൾ പേജസ് ഉള്ള മാഗസീൻസ് ഇല്ലേ പഴയത്, അത് കളക്ട് ചെയ്യുക. ആ പേപ്പേഴ്സ് കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. പല പല കളർ കിട്ടും നമുക്ക്. അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് പല പീസസ് ഉണ്ടാവും. കുട്ടികളെ കൊണ്ട് നമുക്ക് ഗ്ലൂവും കൊടുത്തിട്ട് ഇത് കൊളാഷ് ചെയ്യിപ്പിക്കാം. അതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാ.
അവരവരുടെ ഫിംഗേഴ്സ് നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കും. മനസ്സിലായോ? ഭയങ്കര ഹാപ്പി ആവും. കുട്ടികളെ നമ്മളത് അലോഡ് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് അവര് ഫുള്ളി ഹാപ്പി ആയിരിക്കും. നല്ല ഭംഗിയായിരിക്കും ആ കൊളാഷ് ഒക്കെ കാണാനായിട്ട്. ഈ കളർഫുൾ പേപ്പർ ആകുമ്പോഴേ നല്ല ഷൈനി ആയിട്ടുള്ള പേപ്പർ ആണല്ലോ ഇങ്ങനത്തെ മാഗസീനിലൊക്കെ ഉള്ളത്. ഓക്കെ, അത് ചെയ്യിക്കാം. പിന്നെ ബീഡ്സ് വാങ്ങാം, നല്ല കളർഫുൾ ബീഡ്സ്. ഗോൾഡൻ ബീഡ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് മോണ്ടിസോറി മെറ്റീരിയൽസിൽ. ബീഡ്സ് വാങ്ങിയിട്ട് ബീഡ് ഇങ്ങനെ നൂലില് അവർക്ക് അത് കോർക്കാം, അത് ചെയ്യാം. നൂലോ ടങ്കീസ് ആയാലും മതി. നൂലായിരിക്കും കുറച്ചുകൂടി നല്ല. ടങ്കീസ് ഇങ്ങനെ വടി പോലെ നിൽക്കില്ലേ, നൂലാകുമ്പോ അവര് ശ്രദ്ധിച്ച് അതിന്റെ എൻഡൊക്കെ ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് അങ്ങനെ 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 അവരത് ചെയ്യും. ഓക്കെ, പിന്നെ എന്തായിരുന്നു? ഇത് നമ്മൾ പറഞ്ഞു. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത് ചെയ്യിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞത്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്കിപ്പോ ആ ഒരു സ്കൂളില് നമ്മൾക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കാനുള്ള ഒരു ഫ്രീഡം അവർ തരുവാണെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യിക്കാം. ആ ഒരു രീതിയിൽ ചില സ്കൂളുകാർ പറയും. ചിലർ അവരുടെ ഒരു സിലബസ് തന്നിട്ട് ഇത് പഠിപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ചെല്ലുന്ന സ്കൂളുകാരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കുമല്ലോ. നമുക്ക് നല്ല ഫ്രീഡം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ദിസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. കൗണ്ടിങ് പഠിക്കും. അപ്പൊ അതിന്റെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പല പല ബോണസ് ആയിട്ട് പല പല കാര്യങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. എല്ലാത്തിന്റെയും കൂടെ കിട്ടുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. സംസാരിക്കാൻ പഠിക്കും. ഓക്കെ, സോ ഇത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? പറഞ്ഞു കഴിഞ്ഞോ? എല്ലാ ഏരിയ നമ്മൾ കവർ ചെയ്തോ? പറഞ്ഞു, കുറച്ച് സ്പീഡായിരുന്നു മാത്രം. തീരാറായതുകൊണ്ടായിരിക്കും സ്പീഡായത്. നമുക്ക് ശരിക്കും ഇത് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ഐഡിയ അനുസരിച്ച് ഈ ഓരോ ലേണിംഗ് ഏരിയ മാറ്റാം കേട്ടോ. ഇതിലൊരു ലിസ്റ്റ് ഓഫ് ലേണിംഗ് ഏരിയ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് കുറച്ചുകൂടെ ലാംഗ്വേജ് ഏരിയയില് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യിക്കണോ അത് ചെയ്യിക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്സ് ഏരിയയില് ഞാൻ കുറെ കൂടെ ഒക്കെ ചെയ്യിക്കാൻ തോന്നുന്നുണ്ട്. യു ക്യാൻ ആഡ് ദാറ്റ് ഓൾസോ. ഇതിലൊരു സ്ട്രക്ചർ, ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ കൺസ്ട്രക്ഷൻ ഏരിയ, ഇവിടെ പല ജങ്ക് ബോക്സസ് ആയിരിക്കും. കുറെ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് അവിടെ ഉണ്ടാകും. കുട്ടികൾക്ക് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും അത് വെച്ച് ചെയ്യാം. ആ രീതിയിൽ ജങ്ക് ബോക്സ് വെച്ചിരിക്കാം. പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ലിമിറ്റഡ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ലിമിറ്റഡ് സ്പേസ് ഇൻ ദ സെൻസ് അവർക്ക് മാറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും റഗ് അതുപോലെ ക്ലോത്ത് പീസസോ ആ രീതിയിൽ കൊടുക്കും. അപ്പൊ ചെയ്യാൻ വേണ്ടുന്ന മെറ്റീരിയൽസ് ഇതിന്റെ മുകളിൽ വയ്ക്കണം. അപ്പൊ കുട്ടി എന്താ ആ മാറ്റിന്റെ പുറത്തേക്ക് ഒന്നും വയ്ക്കില്ല, എല്ലാം ആ മാറ്റിന്റെ മുകളിൽ വയ്ക്കും. അത് ചിലപ്പോ ആ മാറ്റിന്റെ സൈസ് നമ്മൾ ടോയ്ലറ്റിന്റെ ഒക്കെ ഡോറിന്റെ ഫ്രണ്ടിൽ ഇടുന്ന ഒരു ചെറിയൊരു മാറ്റ്, ഒരു റഗ് ഉണ്ടല്ലോ, അത്രയൊക്കെ വലിപ്പേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ വെക്കും. ആ രീതിയിൽ വെക്കുമ്പോൾ അതിനെ പുറത്ത് അവർക്ക് ആദ്യം തന്നെ ആ ഒരു ഡെമോ ഒക്കെ ഉണ്ടാവും. ഇതിന്റെ മുകളിൽ മെറ്റീരിയൽസ് വെക്കണം ഇവിടെ. അപ്പൊ അവർ അവരുടെ സ്പേസ് ചെയ്ത് മാറില്ല, അവിടെ തന്നെ ഇരുന്ന് ചെയ്യും. അപ്പൊ തൊട്ടപ്പുറത്ത് വേറൊരു കുട്ടി വേറൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും ഇതുപോലെ തന്നെ മാറ്റിൽ വെച്ചിട്ട്. അപ്പൊ അവന്റെ ആ സ്പേസ് വിട്ട് വേറെ ഇടത്തേക്ക്. അപ്പൊ അടുത്തടുത്തിരിക്കുന്ന കുട്ടികളെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ നടക്കുവാണ്. ഒരു ഡിസിപ്ലിൻ അവരിൽ തന്നെ വരിക. ആ ഏരിയ വിട്ട് ഞാൻ മാറാൻ പാടില്ല, ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യണം. എന്റെ മെറ്റീരിയൽസ് ഈ മാറ്റിന്റെ മുകളിൽ തന്നെ വയ്ക്കണം, അതിന്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. നമുക്കിപ്പോ മോണ്ടിസോറി മെറ്റീരിയൽസ് ഇങ്ങനെ ഉരുണ്ട ഷേപ്പിലുള്ളതൊക്കെ ഉണ്ട്. അതായത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതുണ്ട്, സ്ഫിയർ ഉണ്ട്, പിന്നെ ഓവൽ ഷേപ്പിലുള്ളതുണ്ട്, അങ്ങനെ അങ്ങനെ പലതുണ്ട്. അപ്പൊ സാധാരണ ഫ്ലോറിൽ വെക്കുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ ഉരുണ്ട് പോകാം, റോൾ ചെയ്ത് പോകാം. പക്ഷെ ഒരു മാറ്റിന്റെ മുകളിൽ വെക്കുമ്പോൾ ഇതെല്ലാം അവിടെ തന്നെ ഇരുന്നു, ഒന്നും പോവില്ല. അങ്ങനെ പല പല എന്താ പറയാ പോസിറ്റീവ്നെസ് ഉണ്ട് ഈ ഒരു ഇങ്ങനെ രീതിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ജങ്ക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്താലും, കുറെ പേപ്പറും സിസേഴ്സും കൊടുത്താലും അതും ഇതുപോലെ തന്നെ ആ സ്പേസിൽ വെച്ച് വേണം അവർ ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് സ്പേസും ക്ലീൻ ആയിരിക്കും, അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അവർ ശ്രദ്ധിച്ച് ചെയ്യും, അവരുടെ കോൺസെൻട്രേഷൻ, ഡിസിപ്ലിൻ, ഓർഡർ എല്ലാം നല്ല രീതിയിൽ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ഷൻ ഏരിയയിൽ ഈ രീതിയിലാണ്. അത് കുറെ ജങ്ക് ഐറ്റംസ്, നമ്മൾ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ കുറെ ജങ്ക് ഐറ്റംസ് കൊടുക്കും. അതിന് പറ്റിയ കുറെ ബോക്സസ് ഉണ്ട്. കുട്ടികളപ്പോ ആ ഏരിയയിൽ ഇരുന്നിട്ട് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വന്നു ടെക്നോളജി ഏരിയ. വുഡൻ പീസസ് ഉണ്ടാകും,
പിന്നെ ഇലാസ്റ്റിക് ബാൻഡ്സ് ഉണ്ടാവും. ഇലാസ്റ്റിക് ബാൻഡ് ഒക്കെ തന്നെയും നമ്മളെ ഹാം ആകുന്ന രീതിയിലുള്ളതൊന്നും ഇല്ല കേട്ടോ. ആ രീതിയിലുള്ള ബാൻഡ് ഒന്നും ആയിരിക്കില്ല. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ കുട്ടികൾക്ക് വുഡൻ പീസസും ഈ ബാൻഡും എല്ലാം കണക്ട് ചെയ്ത് അവർക്ക് എന്തെങ്കിലും മോഡൽസ് ഉണ്ടായിരിക്കാം. അവര് ചുറ്റും കാണുന്ന പല പല സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു വീട് പണിയുന്നത് വരുന്ന വഴിക്ക് എപ്പോഴും കണ്ടുകൊണ്ട് വരുവാണെങ്കിൽ അവരുടെ ഓർമ്മയിൽ അതുണ്ടാവും. അവരിത് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ അത് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏതെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പിലേക്ക് അവർ എത്തിക്കാനായിട്ട് ശ്രമിക്കും. സോ അതാണ് ടെക്നോളജി ഏരിയ വരുന്നത്. ദെൻ സയൻസ് ഏരിയ. സയൻസ് ഏരിയയിൽ ഗാർഡൻ ഉണ്ടാകും. പിന്നെ വാട്ടർ പ്ലേ, വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും. മണ്ണ്, അവർക്ക് ചെടി നടാനും മണ്ണ് കുഴയ്ക്കാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകും. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കുറെ മണ്ണിൽ കളിക്കുമായിരുന്നു അല്ലെ. മണ്ണ് കുഴച്ച് അപ്പം പോലെ ഉണ്ടാക്കും. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ കുട്ടികൾക്ക് അങ്ങനെ നല്ല രീതിയിൽ ഒരു സാൻഡ്പിറ്റ് ഏരിയ ഉണ്ടാവും ഗാർഡനില്. പിന്നെ മാത്സ് ഏരിയ. മാത്സ് ഏരിയയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലേ. നമ്പർ ഫെമിലറൈസേഷൻ, കൗണ്ടിങ്, പിന്നെ എന്തൊക്കെയാ പഠിക്കുന്നത്? മാത്സ് ഏരിയയിൽ എന്തൊക്കെ പഠിക്കും? ഷേപ്സ്. ഓക്കെ, ഡിഫറെന്റ് ഷേപ്സ് പഠിക്കും. കൗണ്ടിങ് ചെയ്യാനുള്ള കുറെ ബീഡ്സ്, വലിപ്പങ്ങൾ കൂടുതലുള്ളതും കുറവുള്ളതും അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. സൈസ്, ക്വാണ്ടിറ്റി, ഡയമെൻഷൻ അല്ലെ, ലെങ്ത് കൂടിയത്, ലെങ്ത് കുറഞ്ഞത്, അങ്ങനെയുള്ള അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, പിന്നെ നമ്പറിന്റെ സ്മോൾ ഐറ്റംസ്, ബിഗ് ഐറ്റംസ് അങ്ങനെ വെക്കാം. അത് പഠിക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്രാക്ഷൻ, കേക്ക് മുറിച്ച് ഈക്വൽ ആയിട്ട് എല്ലാരും കൊടുക്കുന്നത്. ആ ഒരു വാല്യൂസ്, ഹ്യൂമാനിറ്റി, ആ ഒരു വാല്യൂസ് വരെയും അവർ മാത്സ് ചെയ്ത് പഠിക്കുക. പിന്നെ കുറച്ച് അതൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴാണ് അവരെ പതുക്കെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പഠിപ്പിക്കും. എന്താ പറയാ, ഒരു നമ്പറിന്റെ സീറോയുടെ ഇമ്പോർട്ടൻസ് പഠിപ്പിക്കും. ഒരു നമ്പറിനോട് സീറോ ആഡ് ചെയ്താൽ വാല്യൂ മാറുന്നില്ല, സീറോ സബ്ട്രാക്ട് ചെയ്താൽ വാല്യൂ മാറുന്നില്ല, സെയിം നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ വിൽ ബി സീറോ. ആ രീതിയിലുള്ള സീറോയുടെ കുറെ കൺസെപ്റ്റ് അവർ പഠിക്കും. സീറോ ഇങ്ങനെ ഒറ്റയ്ക്കാകുമ്പോഴുള്ള അതിന്റെ സ്പെഷ്യാലിറ്റി, സീറോ ഓരോന്നിന്റെയും എന്താ പറയാ വൺസ് പ്ലേസിൽ വരുമ്പോ അങ്ങനെയുള്ള കൂടുതൽ സീറോസ് ആഡ് ചെയ്യുമ്പോൾ നമ്പറിന് ഉണ്ടാകുന്ന വ്യത്യാസം, അങ്ങനെ ക്വാണ്ടിറ്റി, സൈസ്, വാല്യൂ എല്ലാം അവർ പഠിക്കും. നമുക്ക് അതൊക്കെ അവരെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അവരുടെ ലാസ്റ്റ് ടൈമിലാണ് വരുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ കഴിയുമ്പോഴേക്കും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അങ്ങനെ പിന്നെ ലാംഗ്വേജ് ഏരിയ. നിങ്ങളുടെ മെത്തേഡ്, ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്, അത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് കൊച്ചുകുട്ടികളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് വൺസ് നമ്മള് വലിയ കുട്ടികളെ കൊണ്ട് അത് കാണിച്ചു കൊടുത്താൽ ചെറിയ കുട്ടികളും അത് നല്ല ഭംഗിയായിട്ട് തന്നെ ട്രൈ ചെയ്യും. നമ്മൾ ആദ്യം ഒരു ഒറ്റ സെന്റൻസ് പറയും. ഒരു കഥയുടെ എന്തെങ്കിലും ഒരു കഥ ക്രിയേറ്റ് ചെയ്തതായാലും മതി. ഒരു ഒറ്റ സെന്റൻസ്, ഒരിടത്തൊരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത ആൾ എന്നോട് ചേർത്ത് അടുത്ത സെന്റൻസ് പറയും. അതിന്റെ പേര് ടോം എന്നായിരുന്നു. അപ്പൊ അടുത്ത ആൾ അങ്ങനെ അതിന്റെ കളർ ഇതായിരുന്നു, അവന്റെ വാൽ ഇങ്ങനെയായിരുന്നു, അങ്ങനെ കുട്ടികൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. അത് ചെയ്യിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ അതൊക്കെ ചെയ്യിക്കാം. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അറിയാമെങ്കിൽ കുട്ടികളെ കൊണ്ട് പലതും ചെയ്യിക്കാൻ പറ്റും. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന നല്ല ആർട്ട് ഫോംസ് ആണ് ഫിംഗർ പെയിന്റിങ്. ഓക്കെ, എംബ്രോയിഡിംഗ് ഒക്കെ അറിഞ്ഞിരുന്ന കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഈസി ആയിരിക്കും അല്ലെ? അത് പക്ഷെ കുഞ്ഞു കുട്ടികളെ നമ്മളൊക്കെ 2ാം ക്ലാസ് ആയിരുന്നപ്പോഴായിരുന്നു സ്കൂളില് നമുക്ക് റണ്ണിങ് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ സ്റ്റിച്ചിങ്ങിന്റെ ഒരു അവർ ഉണ്ടായിരുന്നു അല്ലെ, തയ്യലിന്റെ ഒരു അവർ ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മ ഞാൻ 2nd സ്റ്റാൻഡേർഡ് ആയിരുന്ന സമയത്താണ്. ചെറിയ കുട്ടികളെ നമുക്ക് ഫിംഗർ പെയിന്റിങ് ചെയ്യിക്കാനായിട്ട് പറ്റില്ലേ, വിരലുകളില് അവരുടെ വിരലുകൊണ്ട് തന്നെ പല രീതിയിൽ പല ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ വെജിറ്റബിൾ പ്രിന്റിങ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഈ ലേഡീസ് ഫിംഗറും ഒക്കെ കട്ട് ചെയ്തിട്ട് അതുകൊണ്ടൊക്കെ ചെയ്യിക്കാനായിട്ട് പറ്റും. അതെ, ഞാൻ ഫിംഗർ വെച്ചിട്ട് പ്രിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഞാൻ ഇന്റേൺഷിപ്പിന് പോയായിരുന്നു, ഫ്രൈഡേ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവിടെ സ്കൂളില് ചാർട്ടില് വെജിറ്റബിൾ പ്രിന്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സില്. അപ്പൊ മിസ് ഇന്റേൺഷിപ്പ് കഴിയുമ്പോ നമ്മള് അക്കാദമിയിൽ അറിയിക്കണോ?
നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ? ഒന്ന് അറിയിച്ചോളൂ. കാരണം എന്തോ ഒരു സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ നിങ്ങൾ വാങ്ങിച്ചില്ലായിരുന്നോ? പെർഫോമൻസിന്റെ ഗ്രേഡിംഗ് ഷീറ്റോ? ആണല്ലേ. അത് ഞാൻ അറിയിച്ചില്ല. അപ്പൊ അറിയിക്കണമെന്ന് മിസ്സിനോട് ചോദിച്ചിട്ട്. ഒന്ന് പറയാം നല്ലായിരിക്കും. ഓക്കെ മിസ്. പിന്നെ ഞാൻ പോയ സ്കൂളിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, ലീഡ് എന്നും പറഞ്ഞേ. അപ്പോൾ അതനുസരിച്ചായിരുന്നു അവരുടെ സിലബസ്, അതനുസരിച്ചായിരുന്നു പോകുന്നത്. നമ്മൾ പിന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെയാണ് ഞാൻ ഒരു ആക്ഷൻ സോങ് ചെയ്യിപ്പിച്ചോളൂ. പിന്നെ അവരുടെ ആ സിലബസ് അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഏത് സ്കൂളായിരുന്നു? ഇവിടെ തൊടുപുഴ അല്ലസർ എന്ന് പറയും. കാരണം എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിലെ ലീഡ് ആപ്പ് ആണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇവരുടെയും ലീഡ് ആപ്പാ. പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ചില പാരന്റ്സിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കുട്ടികൾക്ക് ഒത്തിരി മാറ്റം. അതെ മിസ്സേ, അത് നോക്കി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് അത് വിഷ്വൽ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളെ. നമ്മൾ പറയുന്നത് കുറച്ച് പറഞ്ഞാൽ മതി, അപ്പോൾ അവർക്കത് കണ്ടു പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടെന്ന് മനസ്സിലായി കുട്ടികൾക്ക്. കുട്ടികൾ കൂടുതൽ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. മേ ബി അതായിരിക്കാം. ടിവിയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർ അവിടെ പോയി? കാണുന്നില്ലല്ലോ ടീച്ചറിനെ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല മിസ് പോയി തോന്നുന്നു. ടീച്ചർ ഓൺലൈൻ ഉണ്ട്, മൈക്കും ക്യാമറയും ഓഫാണ്. അദീബയുടെ സ്ഥലം എവിടെയാ? എന്റെ വീട് തൊടുപുഴ, ഇടുക്കി. ഞാനല്ല സുർല പഠിച്ചേ കോളേജ്. വീട് എവിടെയായിരുന്നു? തൊടുപുഴയിലല്ലേ? വീട് പാല. ദീപ ഏത് ആക്ഷൻ സോങ് ആണ് പാടിയത്? ഞാന് പാടിയത് ക്ലാപ്പ് യുവർ ഹാൻഡ്സ് എന്നും പറഞ്ഞ നമ്മുടെ ഒരു സോങ് ഇല്ലേ? പാടിയത്. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് വരാറായപ്പോഴത്തേക്ക് അവർക്കത് മോർണിംഗ് റൂട്ടീൻ എന്നും പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് അവർക്ക്. അതിനകത്ത് ആ സോങ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ അടുത്തൊക്കെ? കുട്ടികളുടെ അടുത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുട്ടികളൊക്കെ ലാസ്റ്റ് ആയപ്പോ മിസ് പോവണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു. കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തോ തിരിച്ചു വരുമ്പോ? ഞാൻ എല്ലാവർക്കും മധുരം കൊടുത്തു, സ്വീറ്റ്സ് കൊടുത്തിട്ടാ വന്നത്. ഞാൻ LKG UKG പഠിപ്പിച്ചെ. അപ്പൊ 6 ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു? എന്താ? എത്ര ദിവസം ഉണ്ടായിരുന്നു പ്രാക്ടീസ്? ഞാൻ 1 മാസം ചെയ്തോളൂ. നമുക്ക് ക്ലാസ്സും ഗോയിങ് ആയതുകൊണ്ടും ഞാൻ 1 മാസം ചെയ്തോളൂ. ക്ലാസ് നന്നായിട്ട് ലൈവ് ക്ലാസ്സിൽ അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നൈറ്റിൽ മാത്രമേ കയറുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളോട് ഡ്രസ് കോഡ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഡ്രസ് കോഡൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ടോണ്ട് പോകാം, അങ്ങനെയൊന്നുമില്ല. നോർമലി സ്കൂളിലേക്ക് പോകുന്ന ടൈം മുതൽ വൈകുന്നേരം വരെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്നോട് പറഞ്ഞത് 9:30 തൊട്ട് 3:50 വരെ. അവരുടെ സ്കൂൾ വിടുന്നത് 3:50 ആവുമ്പോഴാണ്. 9:30 ആകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത്ര നേരം നമ്മൾ. അപ്പൊ നീ ടീച്ചിങ് ചെയ്യാതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്താ ചെയ്യാ? അപ്പൊ അവിടെ വെറുതെ ഇരിക്കുവോ? ടീച്ചിങ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ക്ലാസ്സിൽ പോയിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് സ്റ്റാഫ് റൂം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ടീച്ചേഴ്സ് ഫുൾ ടൈം കുട്ടികളുടെ കൂടെയായിരുന്നു. അതായത് ലഞ്ച് കഴിക്കുന്നതും അവർ ക്ലാസ് റൂമിൽ ഇരുന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചറിൻ്റെ കൂടെ ഇരിക്കും. മെയിനായിട്ട് ഒരു ടീച്ചറുണ്ട്. അപ്പോൾ ആ ടീച്ചറിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ ക്ലാസ് ഇല്ലാത്ത അവറിൽ ഞാൻ ഇരിക്കുക. അപ്പോൾ ആ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കും. ടീച്ചർ ക്ലാസ് എടുക്കും, ഞാൻ അവിടെ സൈഡിലിരിക്കും. ടീച്ചർ വന്നു. എനിക്ക് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ, വൈഫൈ അങ്ങനെ കട്ടായി. പിന്നെ അത് റീകണക്ട് ആവാനൊരു സമയം എടുത്തു. സോറി കേട്ടോ. ഫൈൻ. ടീച്ചർ, ഞങ്ങൾ കുറച്ച് ഡിസ്കഷൻ ഒക്കെ ചെയ്തു. അദീബന്റെ സ്കൂളിൽ പോയില്ലേ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി. സോ നമ്മൾ ഓരോ ഏരിയ ആയിട്ട് പറയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെ
ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ആക്ടിവിറ്റി ഓരോ ഏരിയയിൽ ആ രീതിയിൽ ചെയ്യാം. ഏത് ഏരിയ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ ലാംഗ്വേജ് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബോണസ് എന്നൊക്കെ തന്നെ പറയും. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ ഇപ്പൊ പറഞ്ഞില്ലേ, ഫിംഗർ പെയിന്റിങ്, വെജിറ്റബിൾ പ്രിന്റിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ പല കാര്യങ്ങളുണ്ടല്ലോ, ലൈക്ക് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ പല ഷേപ്സ് വെട്ടിയിട്ട് ആ ഷേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ പെയിന്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള പെയിന്റോ അങ്ങനെയൊക്കെ ചെയ്ത് ആ ഒട്ടിച്ച ഭാഗം മാറ്റുമ്പോ അതിനനുസരിച്ചൊരു ഷേപ്പ്, അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. നല്ലപോലെ ഇത് പെയിന്റിങ് അല്ലെങ്കിൽ ഒറിഗാമി ഒക്കെ ചെയ്യാൻ അറിയുന്നവർ ക്ലാസ് ലീഡ് ചെയ്തോളൂ ഒരു ദിവസം. ഞാൻ ഒബ്സർവർ ആയിട്ടിരിക്കാം, എനിക്ക് പഠിക്കാമല്ലോ. അപ്പൊ ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്ക് ചെയ്യാം. ദെൻ മ്യൂസിക് ഏരിയ. ഞാൻ പോയ മോണ്ടിസോറി സ്കൂളില് മ്യൂസിക് കോർണർ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ വലിയ ഡ്രം ഉണ്ടായിരുന്നു, ട്രംപറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയാ സൈലോഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഏരിയ. ഗിത്താർ ഉണ്ടായിരുന്നു. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോ അവർ ഓടി അവിടെ ചെല്ലും, അവർ ഓരോന്ന് വായിക്കും. അങ്ങനെ സാറിന്റെ മക്കള് ഒരു മോളും ഒരു മോനുമായിരുന്നു. വൈഫ് ചൈനക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞത്. അവർ സിംഗപ്പൂരിലാണ്. അപ്പൊ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ ഈ കുട്ടികൾ സ്കൂളിലേക്ക് വരും. സ്കൂളിലേക്ക് വന്നിട്ട് ഇവര് ഫസ്റ്റ് ചെല്ലുന്നത് ഈ മ്യൂസിക് ഏരിയയിലാണ്. ഈ ഡ്രമ്മിന് ഭയങ്കര ഒച്ചയാണല്ലോ. മറ്റുള്ള കുട്ടികൾ വേറെ ആക്ടിവിറ്റീസ് ചെയ്യും. അതാണ് എനിക്ക് അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തത്. ഈ മ്യൂസിക് കോർണർ കൊണ്ടുണ്ടായ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തത്. പക്ഷെ സോഫ്റ്റ് മ്യൂസിക് ഒക്കെ ആണ്. പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഡ്രം ഒക്കെയാണ്. വലിയ ഡ്രം ഉണ്ടല്ലോ, അതൊട്ട് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സാറിന്റെ മോള് അത് ചെയ്യുമ്പോ സാറ് കുറച്ചേരം ഒന്നും സാറ് മിണ്ടില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും സാറിന്റെ മോളോട് മതി, നിർത്ത്, സ്റ്റോപ്പ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതേസമയം സൈലോഫോൺ പിന്നെ ഇങ്ങനെ വാട്ടർ ഫിൽ ചെയ്തിട്ടുള്ള ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇല്ലേ, വാട്ടർ ലെവലിനനുസരിച്ച് അതിൽ നിന്ന് വരുന്ന മ്യൂസിക് നോട്ട്സ് ടോൺ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അതൊക്കെ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യും. സോഫ്റ്റ് മ്യൂസിക് ആകുമ്പോൾ മറ്റുള്ളവരെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യില്ല. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞു തോന്നുന്നു. മങ്കി ബാർ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ പാർക്കിലൊക്കെ ഉള്ള ടൈപ്പ്, ഇവരുടെ ഫിസിക്കൽ മൂവ്മെന്റ്സിന് ഏറ്റവും നല്ലൊരു ഇതാണ് മങ്കി ബാർ. അന്ന് വിചാരിക്കും ഇപ്പൊ വീഴുന്നു, പക്ഷെ അങ്ങനെ വീഴൊന്നുമില്ല. അവര് നല്ല ബാലൻസ് ചെയ്ത് ഓരോ ബാറിലും ഇങ്ങനെ പിടിച്ചു തൂങ്ങി, ഈ മങ്കീസ് ഇങ്ങനെ മരത്തിൽ കൂടെ ഇങ്ങനെ ചാടി പോകൂലേ, ആ രീതിയിൽ മങ്കി ബാറിലൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചെറിയ ജിംനേഷ്യം പോലുള്ള ചില ഐറ്റം ചെറിയ ഉണ്ടാവും. പിന്നെ പല രീതിയിലുള്ള ഗെയിംസ്, ഇൻഡോർ ഗെയിംസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഔട്ട്ഡോർ ഗെയിംസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ്. ഫിസിക്കൽ മൂവ്മെന്റ് ആണ് പ്രധാനമായിട്ടും. ഓക്കെ. പിന്നെ ഇമാജിനേഷൻ പ്ലേ. ഇമാജിനേഷൻ പ്ലേ തന്നെ പറയാം. മോണ്ടിസോറി എപ്പോഴും പറയുന്നത് അതെപ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കണം. കുട്ടികൾ സ്ഥിരം കാണുന്ന ചില റിലേഷൻഷിപ്പിനെയൊക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള പ്ലേസ്. മമ്മി ആൻഡ് പപ്പ, ഡോക്ടർ ആൻഡ് നേഴ്സ് ഒക്കെ കുട്ടി എപ്പോഴും കാണുന്നല്ലേ. പിന്നെ ടീച്ചറും കുട്ടിയും അത് കളിക്കാത്ത ഒരു കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഫാന്റസി അല്ല, ഇത് കുട്ടിക്ക് മനസ്സിലാകും, റിലേഷൻഷിപ്സ് മനസ്സിലാകാനും അങ്ങനെ സിറ്റുവേഷൻസ്. പിന്നെ നമുക്ക് കഥ നറേറ്റ് ചെയ്യുന്ന നല്ല ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ, അതൊക്കെ നമുക്ക് ഇതുപോലെ ഇപ്പം സഫിയ നിങ്ങൾ ചെയ്ത പോലെ നിങ്ങൾ പലരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്ത പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് നറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അവരെ ആ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് അവരെ കൊണ്ട് നമുക്ക് അഭിനയിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ ചെറിയ മ്യൂസിക് ഒക്കെ, അപ്പൊ മ്യൂസിക്കൽ ഏരിയയിൽ തന്നെ ചെറിയ മ്യൂസിക് ഇട്ട് കൊടുത്ത് അവരുടെ ബോഡി അതിനനുസരിച്ച് മൂവ് ചെയ്യിക്കാനായിട്ട് മോണ്ടിസോറി മെത്തേഡിൽ മറിയാം മോണ്ടിസോറി കുട്ടികളെ ചെയ്യിക്കുമായിരുന്നു. കുട്ടികൾക്ക് ഒരു ഋതം വരാനായിട്ട് മ്യൂസിക് കൊടുക്കും, എന്നിട്ട് അവരോട് ആ മ്യൂസിക്കിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ മൂവ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അങ്ങനെ അതല്ലേ നമ്മള് ആനുവൽ ഡേ ഒക്കെ വരുമ്പോഴേക്കും ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് പല ഡാൻസും പലതും എല്ലാം പ്രിപ്പയർ ചെയ്യിച്ച് കളിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ എന്ത് മൂവ്മെന്റ് ചെയ്താലും അതിനൊരു രസം ഉണ്ടാവുമല്ലോ. എല്ലാരും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല കാണിക്കുന്നത്, എന്നാലും അവരുടെ ആ ഒരു മൂവ്മെന്റ് നല്ല രസമായിരിക്കും. അപ്പൊ അങ്ങനെ പാട്ട് ഇട്ട് കൊടുത്തിട്ട് അവരുടെ ബോഡി മൂവ്മെന്റ്സ് ഒരു വൃത്തത്തിൽ അവരൊന്ന് ചെയ്യാനായിട്ടൊക്കെ പറയും. ചില കുട്ടികൾ ആ പാട്ടിന്റെ ടോണിനനുസരിച്ച് ചെയ്യും, ചിലത് പക്ഷെ എന്തെങ്കിലും ആക്ടിവിറ്റി ഒരു കോർണറിൽ ഇരുന്ന് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ജനറൽ ആയിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ലേണിംഗ് ഏരിയയും. അവിടെ കൊടുക്കാൻ ഏതൊക്കെ രീതിയിൽ കൊടുക്കാം എന്നുള്ളത്. പക്ഷെ ഇത് തന്നെയെന്നല്ല, നമ്മൾക്ക് തോന്നുവാണ് ഇത് നല്ല ആപ്റ്റ് ആയിരിക്കും. ഇപ്പൊ സ്റ്റോറി നറേഷൻ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തില്ലേ, അതുപോലെ പലതിനും നിങ്ങളുടേതായുള്ള ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ടച്ച് കൊണ്ടുവരാം. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഇപ്പോ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോളസൻ ഗ്രൂപ്പ് കുട്ടികൾ മാത്രമല്ല, പ്രായമായ ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി. കുഞ്ഞുങ്ങളിലെ സൂയിസൈഡ് ടെൻഡൻസി, കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിച്ച പ്രായം വന്ന കുട്ടികൾക്ക് സൂയിസൈഡ് ടെൻഡൻസി, വെയിൻ കട്ട് ചെയ്യുക, ആ രീതിയിലുള്ള സൂയിസൈഡ് ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ട് അഡോളസൻ ഗ്രൂപ്പില്. അപ്പൊ അതൊക്കെ ആ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി അതിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. പ്രായമായ മുതിർന്ന ആളുകളും ചെയ്യുന്നുണ്ടല്ലേ, ഔട്ട് ഓഫ് കൺട്രോൾ അവര് എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്യുന്നു. മകൻ പാരന്റ്സിനെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അയൽവക്കക്കാരൻ നൈബർഹുഡിലുള്ളവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട്. സ്കൂളിൽ കുട്ടി അധ്യാപകനോട് അങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് പബ്ലിക്കിനോട് വയലന്റ് ആയിട്ട് പെരുമാറുന്നത്, അങ്ങനെയൊക്കെ കണ്ടു. ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി എന്നുള്ളത് ഇത് ആർക്കും പറയാം. അപ്പൊ കുട്ടികളിൽ ആ ഒരു ഡെവലപ്മെന്റ്, ഇമോഷണൽ അതുപോലെ തന്നെ സ്പിരിച്വൽ ലൈഫ്, നമ്മളെല്ലാവരും പല പല ബിലീഫിലുള്ളവരായിരിക്കും. ചെറുപ്പത്തിൽ തന്നെ വീടുകളിൽ അവർ പല ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ എല്ലാം കിട്ടുന്നത് അവർക്ക് വാല്യൂസ് ആണ്. ബ്രദർഹുഡ്, പീസ്, ലവ്, ഹാർമണി, ഇതൊക്കെ തന്നെയാണ് എല്ലാ റിലീജിയസ് ബിലീഫിൽ നിന്നും കിട്ടുന്ന വാല്യൂസ്. അത് പല രീതിയിൽ പല സിറ്റുവേഷനിൽ ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കപ്പെടും പലപ്പോഴും. അല്ലെ, അതിനെ മിസ്യൂസ് ചെയ്യുമോ, യൂട്ടിലൈസ് ചെയ്ത് ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ആളുകൾ അതിലൊന്നും വീഴാറൊന്നുമില്ല. എല്ലാവർക്കും അവർക്കറിയാം എങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഹ്യൂമാനിറ്റി ഉണ്ട് എല്ലാവരും, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മറ്റുള്ളവരുടെ ബിലീഫിനെ റെസ്പെക്ട് ചെയ്യണം, എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ തന്നെ എല്ലാവരിലും ഉണ്ട്. സോ ഇതെല്ലാം അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം നമ്മളിൽ ഫോം ചെയ്യും. ഈ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി നമ്മൾക്കും വരും അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സും ഇടയ്ക്കിടയ്ക്ക് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് കറക്റ്റ് ആക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലെ. നമ്മളുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് ഒന്ന് കറക്റ്റ് ആക്കണം. നമ്മൾ വീട്ടിൽ ചെയ്യാറില്ലേ, ഫർണിച്ചർ ചിലപ്പോ ഒന്ന് സ്ഥാനം മാറ്റിയൊക്കെ ഇട്ടത്, കട്ടിൽ ഇങ്ങനെ ഇട്ടാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അലമാരി ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും, എനിക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുക്കളയിൽ നമ്മൾ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തും അല്ലെ. എവിടെയൊക്കെ നമ്മള് വീട്ടില് ചേഞ്ചസ് ചിലപ്പോ ബോറടിക്കും. സ്ഥിരം കാണുന്നത് തന്നെ കാണുമ്പോൾ ഒരു ബോറടി ഉണ്ടാവും. അപ്പൊ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് അതൊക്കെ ഒന്ന് മാറ്റി ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കും അവിടെ, ഒരു പുതിയൊരു ലുക്ക്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും ഇങ്ങനെ മാറലേക്ക് പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ മനസ്സും ഒന്ന് ക്ലിയർ ആക്കണം അല്ലെ. ഒരു അറ്റകുറ്റപ്പണിയൊക്കെ നമ്മുടെ മൈൻഡിലും ചെയ്യണം. നമ്മൾ അപ്ഡേറ്റഡ് ആകണം പല കാര്യങ്ങളെ കുറിച്ചും, ചുറ്റി നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മളും ഒന്ന് അപ്ഡേറ്റഡ് ആകണം. ഓക്കെ, അതിപ്പോ എത്ര പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും ശരി, ഇടയ്ക്ക് ഒന്ന് റിഫ്രഷ് ആകണം അല്ലെ. റിഫ്രഷ് ആകണം. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പല ആക്ടിവിറ്റീസും ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുപോലെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് പലപ്പോഴും നമ്മൾ കുറെ കുട്ടികളെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ചില ട്രെയിനിങ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് മനസ്സിന് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് സെഷൻസിന് പോകുന്നത്. നമ്മൾ കൂടുതൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, പലരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്ത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാതെ ഒരു പ്രശ്നത്തെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ഒരു ഡിസ്കഷൻ വരുന്നത്. നമുക്ക് കുറെ സൊല്യൂഷൻസ് അവിടെ വരും. അത് തന്നെയാണ് നമുക്ക് ക്ലാസ് റൂമിലും. നമുക്ക് ഒരാൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ തന്നെയാണെങ്കിൽ പോലും. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷൻ. അപ്പൊ ദീപയുടെ അടുത്ത് നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി അല്ലെ. ആ ഒരു രീതിയിൽ എവറി ടൈം വി ഹൗ ടു അപ്ഡേറ്റ് ആൻഡ് ഒരു റിഫ്രഷ്മെന്റ് ആവശ്യമാണ്. അപ്പോ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ശരിക്കും 24 years ഒക്കെ ആകുമ്പോഴേക്കും ബ്രെയിൻ മുഴുവനായി ഡെവലപ്ഡ് ആയി. ബ്രെയിനിന്റെ ഒരു സൈഡ് ഇമോഷണൽ സൈഡും ഒരു സൈഡ് ഇന്റലക്ച്വൽ സൈഡും ആണെന്നാണ് പറയുന്നത്. രണ്ടും ഡെവലപ്പായി വരുന്നു. ആളുകൾ വളരെ മെച്ചുവറായി തിരിച്ചറിവ്, വകതിരിവ് എന്നൊക്കെ പറയുന്ന ഒരു എന്നൊക്കെ പറയുമല്ലോ, എന്നൊക്കെ പറയും. പക്ഷെ ഈ പ്രായത്തിന് മുകളിലുള്ളവരും ഇപ്പൊ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി കാണിക്കാറുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഇത് നമുക്ക് പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, പിന്നെ നമ്മൾ കാണിക്കുന്ന ഒരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, പിന്നെ പലപ്പോഴും കുട്ടികളുടെ ഈ ഒരു ഏരിയയില്
അഡൾട്ടിന്റെ റോള്. അഡൾട്ട് പലരും വരാം അല്ലെ, സിബ്ലിങ്സ്, അഡൾട്ട് ആയിട്ടുള്ള സിബ്ലിങ്സ് വരാം, ടീച്ചർ വരാം, പാരന്റ്സ് വരാം, അല്ലാതെയുള്ള റിലേറ്റീവ്സ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന ആ രീതിയിൽ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് വായിക്കാം. 5 minutes കൂടെ സ്പെയർ ചെയ്യാനോ? ഈ 2 പാരഗ്രാഫ്സ് ആരാ ഒന്ന് വായിക്കാം? Development of emotional and spiritual life. Montessori believed that the child possesses. Montessori believed that the child possesses within him at birth the senses that respond to his emotional and spiritual surroundings. She believed children need motivation from those around them. He developed his emotional and spiritual life through receiving stimuli from people when he communicated with them. Learning social interactions. It is during the interactions with his classmates in the Montessori environment that a child comes across experience which help him to develop emotional maturity. Through the activities in this special prepared environment, children learn sociability, good manners, and how to be considered and share. അത്രയല്ലേ ഉള്ളൂ മാം? Yes. So, development of emotional and spiritual life. സോഷ്യൽ ഇന്ററാക്ഷൻ. കുട്ടികൾ ഒരു ഏജ് കഴിയുമ്പോഴേക്കും സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ, അതായത് ഇന്ററാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും ക്ലാസ്മേറ്റ്സുമായിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റില്. പല ഇപ്പൊ ഒരു 3 വയസ്സ് കഴിയുമ്പോഴാണ് ഈ സ്കൂൾ എന്നുള്ള എൻവയോൺമെന്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ 2.5 വയസ്സ് തുടങ്ങി നമുക്ക് വേണമെങ്കിൽ പറയാം സ്കൂൾ എന്നുള്ള എൻവയോൺമെന്റിലേക്ക് വരുന്നത്. അത് കുട്ടിയെ ഇമോഷണലി മെച്യൂർ ആക്കാനായിട്ട് അതിലേക്ക് ഡെവലപ്പ് ചെയ്യിക്കും. പല പല ക്വാളിറ്റീസ് അവരിൽ വരും അല്ലെ, മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഷെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഒരു സ്പെഷ്യലി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലായിരിക്കും നടക്കുന്നത്. ഗുഡ് മാനേഴ്സ്, അതായത് കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കും, അങ്ങനെയുള്ള ഗുഡ് മാനേഴ്സ്. പിന്നെ മറ്റുള്ളവരെ എങ്ങനെ കൺസിഡർ ചെയ്യണം, അപ്പൊ ഇരിക്കുമ്പോ സ്പേസ് ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഭയങ്കര അടുപ്പം തോന്നുന്നൊരു സ്കൂൾ ബസ്സിന് പോകുമ്പോ തൊട്ടടുത്തിരുത്താനായിട്ട് സ്ഥലമൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഇവിടെ എന്റെ മോൻ ലഞ്ച് ബോക്സ് കഴുകാതെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. സ്കൂളിൽ നിന്ന് അങ്ങനെ വിടുള്ളൂ, കാരണം അവര് മുഴുവൻ കഴിച്ചോന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടെന്നാണ് സ്കൂളിലെ പാരന്റ്സ്, ഞാൻ സ്കൂളിലെ ടീച്ചർമാരോട് പറഞ്ഞു, അവരോട് ജസ്റ്റ് അത് വാഷ് ചെയ്യാനായിട്ട് പറയാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇല്ല, നിങ്ങൾ കൊടുത്തു വിടുന്നത് എത്രത്തോളം കുട്ടി കഴിച്ചു ബാക്കി വെച്ചു നിങ്ങളെ ഒന്ന് അറിയിക്കണം, അതുകൊണ്ടാണ് വാഷ് ചെയ്യിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ കൊണ്ടുപോകുന്ന കറിയുടെ അവശിഷ്ടങ്ങളൊന്നും ആയിരിക്കില്ല തിരിച്ചു വരുമ്പോ ഉണ്ടാവുന്നത്, വേറെ ഞാൻ കൊടുക്കാത്ത ഇതൊക്കെ. അപ്പൊ ചോദിക്കുമ്പോ പറയും, ഞാൻ കൊണ്ടുവരുന്നത് അവരെങ്ങ് എടുത്തോണ്ടു, അവരുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ കയ്യിലേക്ക് തരുന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒരു നെക്സ്റ്റ് വൺ സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഈ ഒരു കാരണം ആ ഒരു ഏജിലൊക്കെ റെസ്പോൺസിബിൾ ആകുക എന്നുള്ളത്, അത് ശരിക്കും ഈ ഒരു എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി പറഞ്ഞില്ല, മാറ്റ് കൊടുക്കുന്നു, ആ ഏരിയയിൽ തന്നെ ഇരിക്കുന്നു, സോ ഞാൻ ഇവിടെ നിന്ന് എന്റെ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് പുറത്തു പോകരുത്, സോ അതിന്റെ റെസ്പോൺസിബിലിറ്റി അവന്റെ ഉള്ളിൽ തന്നെ വരുവാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ വേറൊരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു എമ്പതി, അവന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക, ആ ഒരു ഇതെല്ലാം ഇവരിൽ വരുവാണ്. പിന്നെ വേർട്ടിക്കൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. വേർട്ടിക്കൽ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഗ്രൂപ്പ്, ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലാണല്ലോ, 3 തുടങ്ങി 6 years വരെയാണ്. അപ്പൊ അവരെ യങ്ങർ ചിൽഡ്രനും ഉണ്ട്, ഓൾഡർ ചിൽഡ്രനും ഉണ്ട്. അപ്പൊ ചേട്ടന്മാര് അല്ലെങ്കിൽ ചേച്ചിമാര് ഇവരെപ്പോഴും റോൾ മോഡൽസ് ആയിട്ട് ഇവരെ നോക്കും. ഇപ്പം പ്രായമുള്ള കുട്ടികൾ ചെറിയ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും, അവരെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ ആ ഒരു ഇഷ്ടം അവര് തമ്മിലുണ്ടാകും. റെസ്പോൺസിബിൾ ആയിരിക്കും മൂത്ത കുട്ടികൾ. നമ്മുടെ വീട്ടിലാണെങ്കിലും അതേല്ലോ, കുഞ്ഞുണ്ടാവുമ്പോഴേക്കും മൂത്ത കുട്ടികൾ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുള്ളൂ. നെക്സ്റ്റ് റോൾ ഓഫ് അഡൽട്ട്. റോൾ ഓഫ് അഡൽട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഈ കുട്ടികളെ നമ്മൾക്ക് ഒരു ലവിങ് കെയറിങ് വേയിൽ തന്നെയായിരിക്കണം കൺസിഡർ ചെയ്യാനായിട്ട്. അവരെ പേടിപ്പിക്കുക, എപ്പോഴും പണിഷ് ചെയ്യുക, അങ്ങനെയുള്ളതല്ല. കാരണം
കുട്ടികൾക്ക് എപ്പോഴും സ്നേഹം വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അവരൊരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർ ഹാർഷായിട്ട് അവരോട് പെരുമാറരുത്. ലൈക്ക് അവരെന്തോ തെറ്റ് ചെയ്തു, കുട്ടി ഭയങ്കര ഇൻഫീരിയർ ആയിപ്പോ, ഗിൽട്ടി ഫീലിംഗ് ആയിരിക്കും, ഐ എം നോട്ട് ഗുഡ് എന്നുള്ള ഒരു ഫീൽ അവനിൽ വരും. ഞാൻ എന്ത് ചെയ്താലും മിസ്റ്റേക്ക്, അങ്ങനെയുള്ള രീതിയിൽ ആ രീതിയിൽ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതി, അത് അവനെ ഡിസ്ട്രക്ഷനിലേക്ക് കൊണ്ടുപോകും. ശരിക്കും കുട്ടികൾ സെൽഫ് കൺസ്ട്രക്ഷൻ ആണ് വരേണ്ടത്, അവർ തന്നെ ഉണ്ടായി വരണം. സെൽഫ് മെയ്ഡ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന നമ്മളുടെ ഒരു നോട്ടം, ആക്ഷൻ, ഒരു വാക്ക്, ദാറ്റ് വിൽ അഫക്ട് ദർ ഡെവലപ്മെന്റ്. അഡൾട്ട്സ് അത് ശ്രദ്ധിക്കണം. ആ ഒരു എന്തെങ്കിലും ഒരു കുഴപ്പം കുട്ടിയിൽ നിന്നുണ്ടായാൽ അതിനനുസരിച്ച് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ അത് അഡൾട്ട്സിന്റെ റോൾ അതാണ്. വി ഷുഡ് ബി കെയർഫുൾ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ. അത് വേർഡ്സ് കൊണ്ടാണെങ്കിലും ഡീഡ്സ് കൊണ്ടാണെങ്കിലും നമ്മളത് കെയർഫുൾ ആയിരിക്കും. ഇവരുടെ മോറൽ സൈഡ് ഡെവലപ്പ് ചെയ്ത് ഗുഡ് ഈവിൾ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. കുറച്ചുകൂടെ അവർ വലുതാവുമ്പോൾ നമ്മൾ അവരെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് നമ്മൾ പഠിപ്പിക്കാറില്ലേ, എന്താണ് ഗുഡ് എന്താണ് ഈവിൾ എന്നുള്ളത് അവർ മനസ്സിലാക്കും. ഒരു സെറ്റിംഗ് ക്ലിയർ ലിമിറ്റ്സ്, ആ ഒരു രീതിയിൽ. എന്ത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഭയങ്കര ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ മനസ്സിനൊരു അറ്റകുറ്റപ്പണികൾ വേണമെന്ന് പറയാറുണ്ട്. മോണ്ടിസോറി റിയാലിറ്റിയാണ് എപ്പോഴും പറയുന്നത്, ഫാന്റസി അല്ലെങ്കിൽ കൂടിയും. എനിക്ക് ആ ഒരു ഇത്തിരി ഒന്ന് ടെൻസ്ഡ് ആവുമ്പോൾ പലപ്പോഴും ഈ കുട്ടികളുമായിട്ട് ഞാൻ ഇടപഴകുമ്പോഴേ അവരുടെ പല കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾക്കൊരു വെന്റിലേഷൻ ആവശ്യമാണല്ലോ. അവരവരുടെ പ്രശ്നങ്ങൾ മുഴുവനും നമ്മുടെ ഷോൾഡറിൽ വെച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോകും. ആ ഒരു സമയത്ത് ക്ലാസ്സിലൊക്കെ വരുമ്പോഴൊക്കെയാണ് ഒത്തിരി വ്യത്യാസം വരുന്നത്. ഞാൻ ചെയ്യുന്നൊരു പണി ഫാന്റസി മൂവീസ് കാണും, ഡിസ്നിയുടെ. അതിനകത്തൊരു മൂവി ഉണ്ടായിരുന്നു, സ്കൂൾ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറഞ്ഞിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി മറിയ മോണ്ടിസോറി പറയുന്നുണ്ട് നിങ്ങൾ റിയാലിറ്റിയുമായിട്ട് കണക്ട് ആവും. പക്ഷെ എന്റെ ഉദ്ദേശം എനിക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിൻഡ്രല്ല അങ്ങനെയുള്ള ഫാന്റസി മൂവീസ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കാണും. അപ്പൊ നമുക്കൊരു രസം തോന്നും ആ ഒരു. പക്ഷെ എപ്പോഴും ആ മൂവിയോട് അട്രാക്ഷൻ ഒന്നുമില്ല, ബട്ട് ഇറ്റ്സ് ഫോർ മൈ മൈൻഡ്. എനിക്കൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് ചിലപ്പോ സംസാരിക്കാനോ ഒന്നും ചിലപ്പോ ആ സമയത്ത് ആളൊന്നും ഇല്ലാത്ത സമയമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു മൂവിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോ ശരിക്കും ഈ ഒരു മൂവി ഞാൻ പറയാൻ കാരണം അതിനകത്ത് ഗുഡ് ഈവിൾ രണ്ട് സ്കൂളാണ്. ഒരു സ്കൂളിൽ ഫുൾ പഠിപ്പിക്കുന്നത് ഗുഡ്, ഒരു സ്കൂളിൽ ഫുൾ പഠിപ്പിക്കുന്ന ഈവിള്. ഈ രണ്ട് സ്കൂളുകളും തമ്മിലും കൂടെ ഫൈറ്റ് തുടങ്ങുന്നു. ബട്ട് ലാസ്റ്റ് ഗുഡ് തന്നെ ജയിക്കും. പക്ഷെ ജയിക്കുന്നതിന്റെ ഒപ്പം എന്താണ് നടക്കുന്നത്, ഈവിൾ ആയിട്ടുള്ള സ്കൂളിനെ അവർ ഗുഡാക്കി മാറ്റുക. അവിടുത്തെ സ്റ്റാഫിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു, ടീച്ചർമാരെ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഈവിൾ എന്നുള്ളതില്ല, കംപ്ലീറ്റ് അത് വൈപ്പ് ഔട്ടായി ഗുഡായിട്ട് മാറുവാണ്, ഒറ്റ സ്കൂളായിട്ട് മാറുന്ന പോലെ ഒരു മൂവി കണ്ടു. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് വാല്യൂസ് കിട്ടുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ ഇരുത്തി കാണിക്കുമ്പോൾ നമുക്ക് ചില മൂവീസിലൂടെ അവർക്ക് വാല്യൂസ് കിട്ടും. റോങ് മെസ്സേജ് വരുന്ന മൂവീസ് ചെറിയ പ്രായത്തിൽ കുട്ടികളെ കാണിക്കാതിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സൈൻ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? യെസ് മിസ്. പ്ലീസ്. ഇന്ന് ഇത്രയൊക്കെ സംസാരിച്ചില്ലേ, പിള്ളേരെയൊക്കെ എങ്ങനെ ക്ലാസ്സിൽ ഇരുത്തണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തേ. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഗെയിം, ഇപ്പൊ വളരെ കുറച്ച് പേരുള്ള ചെറിയൊരു ഗെയിം കളിക്കാം. തയ്യാറാണോ എല്ലാരും? യെസ്, വെരി മച്ച്. ഞാൻ ആണെങ്കിൽ ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ആക്കാം. Do you want to know the name of the game? Yes, definitely. Simon Says. Simon Says. Okay, I know this game. I will call someone by name and tell them do an action. They will do it. Okay, friends? Okay. ദിവ്യ അത് പറഞ്ഞപ്പോ മറ്റേ ഫർസാന വീഡിയോ ഓഫ് ചെയ്തു. ലീവ് ചെയ്തിട്ട് ആരും ലീവ് ചെയ്യല്ലേ, ഉള്ളത് വളരെ കുറച്ച് പേരുള്ളൂ. എന്നുവെച്ചാൽ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരാ. നമുക്ക് തന്നെ ആ വീഡിയോ ഓണാക്കാതെ പറയണതിന് കുഴപ്പമുണ്ടോ? വീഡിയോ ഓണാക്കി കഴിഞ്ഞ് ഞാൻ എങ്ങനെ ആക്ഷൻ കാണും സഫിയ? ഞാൻ എന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ കൂടി നീ കാണേണ്ടി വരും. അതൊന്നും കാണില്ല. കുട്ടി കരയല്ലോ, ഞാൻ അതുകൊണ്ടല്ലേ. ഓക്കെ, ഞാൻ അപ്പൊ സഫിയക്ക് ഒഴിവാക്കിക്കോളൂട്ടാ, വേറെ കുട്ടികളെ യൂസ് ചെയ്താൽ മതി. ഞാൻ അതിനനുസരിച്ചിട്ട് സഫിയക്ക് അതിനനുസരിച്ചുള്ള ആക്ഷൻ തരാം. ഓക്കെ, ഓഡിയോ ആയിട്ടുള്ള ആക്ഷൻ തരാം. ഓക്കെ, ഫസ്റ്റ് സഫിയ തന്നെ ആയിക്കോട്ടെ. അപ്പൊ സഫിയ, can Simon says mew like a cat, meow like a cat. Meow.
Meow. Meow. ദേഷ്യം വരുന്നു. Simon says, Divya, hop the right. Where is Divya? എന്താടോ കേട്ടില്ല. Hop the right. Right സൈഡിലേക്ക് ഹോപ്പ് ചെയ്യാൻ. റൈറ്റ് സൈഡിലേക്ക് ഹോപ്പ് ചെയ്യാനോ? ആ ചെറുതായിട്ടൊന്ന് എന്താ മുയലൊക്കെ ചാടുന്ന പോലെ ഇങ്ങനെ ഒരു ആക്ഷനെങ്കിലും കാണിക്കേ. വീഡിയോ ആണല്ലോ. കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെങ്കിൽ മുമ്പ് തന്നെ പറയണം, അപ്പൊ എല്ലാരും പ്രിപ്പയർഡ് ആയിരിക്കും. അത് പാടില്ലല്ലോ. അത് പാടില്ലല്ലോ. എവിടെ പോയി ദിവ്യ? പോയോ? ഞാൻ പോയിട്ടില്ല, പക്ഷെ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. തവളച്ചാട്ടം അത്രേ ഉള്ളൂ. നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയല്ലോ, അപ്പൊ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. കാണുന്നില്ല കേട്ടോ എനിക്ക് ഇവരാരെ. അഞ്ജനയുടെ മുൻകൂർ ജാമ്യം. ഞാൻ ഓഫീസിലാണ്. പ്രൂഫ്. ഞങ്ങക്ക് തെളിവ് വേണം. വേറെ ആളെ വിളിക്കുക ദിവ്യ. ഓക്കെ. സൈമൺ സേസ്, ആരൊക്കെയാ നോക്കട്ടെ ഇനി വീഡിയോ. സജിതയില്ലേ? ഷിനി, ചന്ദ്രൻ, ആതിര. ഓക്കെ. Simon says, Shini, touch your knees. കഴിഞ്ഞോ? കണ്ടില്ല. ടച്ച് യുവർ നീയോ? മുട്ടുകാലില് തൊട്ടാ മതി. വെരി ഗുഡ്. എന്തൊരെളുപ്പാ കൊടുത്തേ. Simon says, put your both hands on your head. ആളെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാരും ഒന്ന് പ്രിപ്പയർ ആയിക്കോട്ടെ. എന്ന് വെച്ചിട്ട് വിനീത പോയോ? ആതിരയുണ്ട്. ആതിര. Simon says, touch your head with your both hands. ഓക്കെ. ഇതൊക്കെ സ്പീഡില് ചെയ്യേണ്ടതാ, പക്ഷെ നമുക്കിത് ഓൺലൈൻ ആയതുകൊണ്ട് അതിന്റെ പല പരിമിതികളും ഉണ്ടായിരിക്കും. തവളച്ചാട്ടം ചാടാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. തവളച്ചാട്ടം ചാടാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. ഓക്കെ. എനിക്ക് ആൾക്കാരെ മുഴുവൻ കാണുന്നില്ല, അതാ പ്രശ്നം. ജസ്ലി ഉണ്ടോ? ഉണ്ട്. Simon says, Jaslia, Simon says, എന്താ കൊടുക്ക, മൂവ് ലൈക്ക് ദ കൗ. കൗവിന്റെ സൗണ്ട് മൂന്നാണ്. ഓക്കെ, ഗുഡ്. Simon says, നമുക്ക് ശരിക്കും കൗവിന്റെ സൗണ്ട് അമ്പാ. അത് കേരളത്തിലായിരിക്കും. നമ്മള് ബ്രിട്ടീഷ് കൗൺസിലൊക്കെ ഇംഗ്ലീഷ് വരുന്നത് കൗവിന്റെ സൗണ്ട് സൗണ്ട് പറയുമ്പോ എന്നാണ് കൊടുക്കല്, പക്ഷെ ശരിക്കും അതിന്റെ സൗണ്ട് വരുമ്പോ അമ്പേ പറഞ്ഞിട്ടാണ്. ദിവ്യ, Simon says, sing as loud as you can. ഇതിന് സ്പേസ് വേണ്ട ദിവ്യ. ദിവ്യക്ക് പറ്റാവുന്ന ഉറക്കെ പാടണം. ഉറക്കെ പാടണോ? അയ്യോ, ഏതാ പാടുക? ഏതെങ്കിലും പാടിക്കോ. ഇപ്പൊ കൊറേ Down came the rain and washed the spider out. Out came the sun and dried up all the rain. So Incy Wincy Spider went up the water spout again. Thank you. Okay. മാമിന്റെ ഒരു എണ്ണം തരട്ടെ.
മാം ഏതാ തരാന്നുള്ളതാണ്. പണി തരാൻ ആലോചിക്കുവാണല്ലേ? അതെ, ഇടയ്ക്കൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കണമെന്ന് തോന്നൂല്ലേ? അല്ലേട്ടാ, സ്നേഹം കൊണ്ടാട്ടോ. ഓക്കെ. Simon says, do roly poly. Roly poly, roly poly. Roly poly, down, down, down. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് ടീച്ചറെ ക്ലാസ് എല്ലാവരും എൻജോയ് ചെയ്തു. നല്ലൊരു പ്രയർ ആയിരുന്നു ശരണ്യ തന്നത്. നല്ലൊരു തോട്ട്സ് നാദിയ പറഞ്ഞു. നല്ലൊരു റൈംസ് സഫിയ ഷെയർ ചെയ്തു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ഫോർ അറ്റൻഷൻസ്. താങ്ക് യു മാം. സൈനിങ് ഓഫ് ബൈ ദിവ്യ. ബൈ ഫ്രണ്ട്സ്. Okay, bye. ബൈ. ബൈ താങ്ക് യു ടീച്ചർ. ബൈ. ഭക്ഷണം കഴിച്ചോ ടീച്ചറെ? ഇല്ല, കഴിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ് ലേറ്റ് ആയ കഴിഞ്ഞത്. പിന്നെ കുറച്ച് പണികളായിരുന്നു, കഴിച്ചില്ല. ഞാനും.